Hello. Good afternoon. Hello, good afternoon, all of you. Good afternoon, illa. Good afternoon. തിരിച്ച് പറയാൻ പറ്റിയ ആരുമില്ലേ? പിള്ളേരാണ്. ആർക്കും പറയാൻ പറ്റില്ല? ഒരു ഗുഡ് ആഫ്റ്റർനൂൺ തിരിച്ച് പറയാൻ പറ്റില്ല ആർക്കും? മോശം. എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് ഒരു ഗുഡ് ആഫ്റ്റർനൂൺ എങ്കിലും വരണം. ടൈപ്പ് ചെയ്യുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ സുമിത്, അനു. ഓക്കെ, ശരി. ഇനി എനിക്ക് ക്ലാസ് തുടങ്ങാം. ഒരു എന്തിനാണെന്നറിയോ ഇത് ചോദിക്കുന്നേ? നിങ്ങള് എന്നെ ശരിയായി കേൾക്കുന്നുണ്ട്, അവിടെ നിന്നും ഇങ്ങോട്ടുള്ള സൗണ്ടും ക്ലിയർ ആണ്. അതാണ് നമ്മളിപ്പോ ഒരു കാര്യം, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോ ബിഗിനിങ്ങില് അതൊക്കെ ക്ലിയർ ആകുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഇപ്പൊ കൂടുതലും നമ്മൾ മൈക്കിലൂടെ സംസാരിക്കുമ്പോൾ, ഇതുപോലെയുള്ള ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഓൺലൈനായിട്ട് അപ്പൊ നമ്മൾ അവിടെ ഇരിക്കുന്ന അപ്പുറത്ത് മറുതലത്തിലുള്ള ആള് അത് കേൾക്കുന്നുണ്ട് വ്യക്തമായി എന്ന് ഉള്ളത് ഒന്ന് കൺഫേം ചെയ്യാൻ കൂടിയാണ്. തിരിച്ചവിടെ നിന്ന് ഇങ്ങോട്ട് കൂടി പറയുമ്പോൾ ഓക്കെ, അവര് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ പാസേജ് ആ ഒരു പാത്ത് ക്ലിയർ ആയി എന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ, അതിനുകൂടി വേണ്ടിയിട്ടാണ്. പിന്നെ തന്നെയല്ല, നമ്മൾ അങ്ങോട്ടൊന്ന് പറയുമ്പോൾ തിരിച്ചിങ്ങോട്ടേക്ക് ഒരു ഗുഡ് ആഫ്റ്റർനൂണോ ഗുഡ് മോർണിംഗോ അല്ലെ എന്തെങ്കിലും ഒന്ന് തിരിച്ചിങ്ങോട്ട് പറയുമ്പോൾ നമുക്കും ഒരു കോൺഫിഡൻസ് കിട്ടുകയും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ്. ഓക്കെ, യെസ്. അപ്പൊ ഇനിയും ഞാൻ പറയില്ല. ഒരു ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ തിരിച്ച് തന്നെ അങ്ങോട്ട് റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുന്ന ആൾക്ക് സന്തോഷമായിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് എവിടെയാ പഠിച്ചു നിർത്തിയത്? നല്ല ഓർമ്മയുണ്ടോ? കഴിഞ്ഞൊരു എന്റെ ഒരു ക്ലാസ് മിസ്സായി പോയിട്ടുണ്ട്. അത് ടീച്ചറിന്റെ ഒരു ക്ലാസ് ടീച്ചർക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തതുകൊണ്ടാണ്. എവിടെയാ പറഞ്ഞു നിർത്തിയത്? നല്ല ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും പറയാമോ? ഇഫക്ട്സ് ഓഫ് ഗ്രീവാൻസ് അതല്ലേ എടുക്കണ്ടേ? ഇഫക്ട്സ് ഓഫ് ഗ്രീവാൻസ്. ഗ്രീവാൻസ് ആരെയൊക്കെ അല്ലെങ്കിൽ എന്തിനെയൊക്കെ ഇഫക്ട് ചെയ്യുന്നു? റൈറ്റ്, ശരിയല്ലേ ഞാൻ പറയുന്നത്? ഓക്കെ, നമുക്കറിയാം ഗ്രീവാൻസ്, ദാറ്റ് മീൻസ് ദ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഓർ ഡിസ്കണ്ടന്റ്മെന്റ് ഓഫ് എംപ്ലോയീസ് affect the production of an organization, the employees of an organization, and also the managers of the organization. അതായത് നമ്മളുടെ ബിസിനസ്സിനകത്തുള്ള എംപ്ലോയീസ് പരസ്പരം അവർക്ക് എന്താ പറയാ, അവർ ചെയ്യുന്ന ബിസിനസ്സിനകത്ത് അല്ല അവരുടെ ചെയ്യുന്ന ജോലിയിൽ അവർക്ക് സാറ്റിസ്ഫൈഡ് ആകുന്നില്ല, അവർക്ക് വളരെ സന്തോഷത്തോടെ വളരെ എന്താ പറയാ കോൺഫിഡൻസോടുകൂടി ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ചില എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോഴാണ് ദേ ഫീൽ ഗ്രീവാൻസ്. ഏതാണ് ഗ്രീവാൻസ് എന്ന് പറയുന്നത്? ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഡിസ്കണ്ടന്റ്മെന്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് പ്രധാനമായിട്ടും അഫക്ട് ചെയ്യുന്നത് എന്തിനെ അല്ലെങ്കിൽ ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് അഫക്ട് ദ പ്രൊഡക്ഷൻ. ആദ്യമായി ഇത് എഫക്ട് ചെയ്യുന്നത്, ഗ്രീവാൻസ് എഫക്ട് ചെയ്യുന്നത് എന്തിനെയാണ്? ഉൽപാദനത്തെയാണ്. എന്താ പറയാ, നമ്മുടെ പ്രൊഡക്ഷനെ ബാധിക്കുന്നു. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ബാധിക്കുന്നത്? അതായത് നമ്മളുടെ ഡിക്ലൈൻ ഇൻ ദ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ. ആളുകളുടെ പെർഫോമൻസ്, അതായത് എംപ്ലോയീസ് അവരുടെ ഇടയിൽ ഈ പറയുന്ന പോലെ അവർക്ക് തൃപ്തിയില്ല, താല്പര്യമില്ലാത്ത രീതിയിൽ വേണോ വേണ്ട എന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോകുന്നു. അപ്പൊ ആ ഉണ്ടാകുന്ന പ്രൊഡക്ഷനിൽ എന്താണോ വാട്ട് ഗുഡ്സ് ഓർ സർവീസ് ദേ ആർ പ്രൊഡ്യൂസിങ്, എംപ്ലോയീസ് ഉത്പാദിപ്പിക്കുന്നത് സാധനങ്ങളായിക്കോട്ടെ സേവനങ്ങളായിക്കോട്ടെ, അതിന്റെ ക്വാളിറ്റി അങ്ങോട്ട് വരില്ല. കാരണം എന്താ, നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനം ഉണ്ടാക്കാൻ സാധിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞു ഞാൻ, അതായത് നമ്മൾ എന്തിനാണ് ഈ ഓർഗനൈസേഷനിലേക്ക് പോകുന്നതിനേക്കാളും നല്ല നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മളോടൊപ്പം വീട്ടിലുള്ള മറ്റു മെമ്പേഴ്സ് ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ എന്താ പറയാ സ്നേഹിച്ച് നമുക്ക് വേണ്ട കറക്റ്റ്നെസ്സും സപ്പോർട്ട്സും ഒക്കെ തന്ന് നമ്മളുടെ ഒപ്പം നിൽക്കുമ്പോൾ വി ഫീൽ ഹാപ്പി. നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. സ്നേഹവും സപ്പോർട്ടും ആണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ജോലി എന്താ? വീട് ക്ലീൻ ചെയ്യുന്നു, വീട്ടിൽ പാചകം ചെയ്യുന്നു, നല്ല നല്ല ഫുഡുകൾ ഉണ്ടാക്കുന്നു. അത് ആ ഫുഡിനകത്തൊക്കെ ആ രുചിയൊക്കെ അവിടെ കൂടാൻ തുടങ്ങും. കാരണം
അവിടെ നിന്ന് കിട്ടുന്ന സ്നേഹത്തിന്റെ റിഫ്ലക്ഷൻസ്, സപ്പോർട്ടിന്റെ റിഫ്ലക്ഷൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ പറയുന്ന ഫുഡ് ഐറ്റംസിൽ അത് പ്രതിഫലിക്കും അല്ലെ, റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അതിന് സ്വാദ് കൂടും. ഉണ്ടാകുമ്പോ ഒന്ന് നല്ല ഭംഗിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു കമന്റും നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാകുക എംപ്ലോയീസ് വളരെ ഹാപ്പി ആയിട്ട് ഒരു തരത്തിലുള്ള ഡിസ്കണ്ടന്റ്മെന്റും ഒന്നും ഇല്ലാതെ അവർ ജോലി ചെയ്യുമ്പോഴാണ്. പക്ഷെ ഈ ഗ്രീവൻസുകൾ ഉണ്ടാകുമ്പോൾ അത് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷനെ നന്നായിട്ട് ബാധിക്കും. അത് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ചെയ്യും. നെക്സ്റ്റ് വൺ, ഡിക്രീസ് ഇൻ ദ ക്വാളിറ്റി ഓഫ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. ഇനി പ്രൊഡക്ഷൻ കുറയും. പ്രൊഡക്ഷൻ കുറയുന്നത് എന്തുകൊണ്ടാ? എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി കുറയുന്നത് കൊണ്ടാ. എന്ന് വെച്ചാൽ എന്തിനാ ഞാനിപ്പോ ഇത്രയും നന്നായി ജോലി ചെയ്യുന്നത്? കാരണം നമ്മളുടേതായ ചില അവകാശങ്ങൾ, ആവശ്യങ്ങള് മാനേജ്മെന്റിനെ അറിയിച്ചു അല്ലെ, നമ്മള് വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ഇൻ പെർട്ടിക്കുലർ തിങ്സ്, ഇന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല എന്നുള്ള കാര്യം നമ്മൾ മാനേജ്മെന്റിനെ അറിയിക്കുകയോ അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിനെ അറിയിക്കുകയോ ഒക്കെ ചെയ്തു. പക്ഷെ ഈ ദർ ഈസ് നോ റെസ്പോൺസ്, അതിനനുസരിച്ച് അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തിനാ പിന്നെ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്, ഇത്രയും നന്നായി ഞാൻ എന്തിന് ജോലി ചെയ്യണം, അതിന്റെ ആവശ്യമില്ലല്ലോ. കണ്ടോ, ഒപ്പം നിൽക്കുകയാണെങ്കിൽ എംപ്ലോയീസിന്റെ ഒപ്പം നിൽക്കുന്ന മാനേജ്മെന്റ് അവരുടെ ഏത് ആവശ്യങ്ങളും ഏത് പ്രശ്നങ്ങളും അന്നേരം തന്നെ അതിന് റിയാക്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ അവര് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. മനസ്സിലായോ? അതേസമയം അവരെ പരിഗണിക്കുന്നില്ല, അവർക്ക് വേണ്ട അവരുടേതായ ആവശ്യങ്ങളെ നമ്മൾ എന്താ പറയാ നടത്തി കൊടുക്കുന്നില്ല എങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി സ്വാഭാവികമായിട്ട് കുറയും. അപ്പോ എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി കുറയാനും ഗ്രീവൻസ് കാരണമാകുന്നു. ഇൻക്രീസ് ഇങ്ങനെ പ്രൊഡക്ടിവിറ്റി കുറയുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യുന്ന ജോലിയൊന്നും കൃത്യമായിട്ട് ചെയ്യില്ല. അപ്പൊ എന്താ ചെയ്യുന്ന, എന്ത് മെറ്റീരിയൽസ് വെച്ചൊക്കെയാണോ ജോലി ചെയ്യുന്നത് അത് അനാവശ്യമായി യൂസ് ചെയ്യുക, അതിന്റെ എന്താ പറയാ വേസ്റ്റ് ആക്കുക കൂടുതലും, അല്ലെങ്കിൽ സ്പോയിൽ ആക്കുക. മെഷീൻസ് ആയിക്കോട്ടെ, ഹാൻഡിൽ ചെയ്യുന്ന മെഷീൻസോ മെറ്റീരിയൽസ് എന്തായിക്കോട്ടെ അത് സ്പോയിൽ ആക്കുക, നശിപ്പിക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളും എംപ്ലോയീസിന്റെ ഭാഗത്തുണ്ടാവും. നമ്മൾ ഇതിനെ ഇത് വളരെ ശ്രദ്ധയോടെ ഇത്തരം മെഷീൻസ് നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന എന്നുള്ള ചിന്ത വരും അല്ലെ. അപ്പൊ അത് മിസ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അവര് മെനക്കെടില്ല. അതിനൊക്കെ എന്തെങ്കിലും അത് കുഴപ്പമില്ല, അത് അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, അത് ഇത്ര വേസ്റ്റ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല, നമ്മളുടെ കാര്യങ്ങൾ അവർ പരിഗണിക്കുന്നില്ല. കണ്ടോ, അവർ മൈൻഡിലേക്ക് വരും. സോ ദർ വിൽ ബി ഇൻക്രീസ് ഇൻ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ്, സ്പോയിലേജ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഓൾസോ മെഷീനറീസ്. ഓക്കെ, ഇനി ഇറ്റ് ഓൾസോ ഇൻക്രീസസ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ്. ഇതെല്ലാം വർദ്ധിക്കുമ്പോൾ അതായത് എംപ്ലോയീസിന് വേണ്ടത്ര നല്ല പെർഫോമൻസ് കിട്ടുന്നില്ല. അപ്പൊ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് വർദ്ധിച്ചു. കാരണം നമ്മൾ അവർക്ക് സാലറിയിൽ ഒരു കുറവും വരുത്തുന്നില്ല, സാലറി വേജസ് കൃത്യമായി കൊടുക്കുന്നു. പക്ഷെ ആ സാലറിക്ക് നേരത്തെ ചെയ്തിരുന്ന ജോലി പോലെ ചെയ്യുന്നില്ല. ബിക്കോസ് അവര് ഈ പറയുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ ഒക്കെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് അവർ ആ രീതിയിലേ പെർഫോം ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മുടെ സാലറിയിൽ നമ്മൾ കുറവ് കൊടുക്കുന്നില്ല. മാസം ഇത്ര സാലറി എന്ന് നമ്മൾ കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാവ് ടു ബി പ്രൊവൈഡ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് വർദ്ധിക്കുന്നതിന് കാരണമല്ലേ. അപ്പൊ ഇതെല്ലാം പ്രൊഡക്ഷനെ ബാധിക്കുന്ന റീസൺസ് ആണ്. ഏത്? ഗ്രീവൻസിന്റെ ഇഫക്റ്റ് പ്രൊഡക്ഷനിൽ ഇങ്ങനെയൊക്കെയാണ്. Decline in quality of production, decline in quality of employees' productivity, increase in the wastage of materials, spoilage or leakage of machineries, and also increases the production cost. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒന്നുകൂടി വെറുതെ പറഞ്ഞു മാത്രം. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഗ്രീവൻസ് അടുത്തതായി ബാധിക്കുന്നത് ആരെയാണ്? എഫക്ട് ചെയ്യുന്നത് എംപ്ലോയീസിനെ തന്നെയാണ്. എംപ്ലോയീസിനെ എങ്ങനെ ബാധിക്കുന്നു? എംപ്ലോയീസ് എന്താ പറയാ ഗ്രീവൻസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അവരുടെ എന്താ പറയാ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന വലിയ തൃപ്തിയോടൊന്നുമല്ല. അങ്ങോട്ട് വന്ന് വെറുതെ ഒരു കടമ നിർവഹിക്കുന്ന പോലെ വന്ന് ചെന്ന് പോകുന്നു. വലിയ താല്പര്യമൊന്നുമില്ല. ഇനി വരാനും വലിയ താല്പര്യമൊന്നുമില്ല. കാരണം മാനേജ്മെന്റ് ഈസ് നോട്ട് എ സപ്പോർട്ടിങ് ദം. മാനേജ്മെന്റ് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ജോലി മാത്രം ചെയ്താൽ മതി. വേറെ രീതിയിലുള്ള ആവശ്യങ്ങൾ എംപ്ലോയീസിന് ഉണ്ടോ ഇല്ലേ എന്നൊന്നും അവര് പരിഗണിക്കുന്നു പോലുമില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ there will be increased absenteeism and also labor turnover. എന്ത് പറ്റും? ഈ പറയുന്ന ആൾക്കാര് വേണോ ഇന്ന് ലീവ് എടുക്കാം പോണ്ട, ഓക്കെ അടുത്ത ദിവസം ലീവ് എടുക്കാം പോണ്ട. കാരണം ആ ഒരു മാനേജ്മെന്റുമായിട്ടുള്ള ആ ഒരു ഗ്രീവൻസുകൾ അങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം അങ്ങോട്ട് പോകാനല്ലോ, ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാനോ അങ്ങോട്ട് പോകാനോ ഒക്കെ ഉള്ള മടി, അതാണ് അത് ആബ്സെന്റിസം കൂട്ടും. മാത്രമല്ല ചില ആൾക്കാര് നിർത്തിപ്പോകും. ടേൺ ലേബർ ടേൺ ഓവർ മീൻസ് ഒഴിഞ്ഞു പോകുക. ഓക്കെ, ഇനി എന്താ? നല്ല രീതിയിൽ കമ്മിറ്റ്മെന്റോടുകൂടി ഒന്നും ജോലിയൊന്നും ചെയ്യില്ല. കമ്മിറ്റ്മെന്റ് ലെവല് കുറവായിരിക്കും. ഓണസ്റ്റ്ലി ദേ വിൽ നോട്ട് ഡു ദെയർ ജോബ്. അവർക്ക് കൊടുക്കുന്ന ജോലി സത്യസന്ധമായിട്ടോ അല്ലെങ്കിൽ ഡിസിപ്ലിൻ വളരെയധികം അച്ചടക്കതയുടെയോ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് ഒക്കെ ഫോളോ ചെയ്തോ ഒന്നും ജോലിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു കടമ, ഇത് കടത്ത് കഴിക്കൽ എന്ന് പറയുന്നത് പോലെ അത് ചെയ്തോ ചെയ്തു എന്ന് മാത്രം. പക്ഷെ how honestly, how disciplined, how commitment level is there, അതൊന്നും ഇല്ലാതെ അങ്ങോട്ട് വെറുതെ വന്ന് ജോലി ചെയ്ത് പോകുന്നു.
അപ്പൊ എംപ്ലോയീസിന്റെ കമ്മിറ്റ്മെന്റ് ലെവൽ കുറയുന്നു, ഓണസ്റ്റ്നെസ് കുറയുന്നു, ആൻഡ് ഓൾസോ ഡിസിപ്ലിൻ കുറയുന്നു. ഇതെല്ലാം ഗ്രീവൻസ് കൊണ്ടുണ്ടാകുന്ന എംപ്ലോയീസിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. നെക്സ്റ്റ് വൺ, ഇൻക്രീസ് ഇൻ ദ ചാൻസ് ഓഫ് ആക്സിഡൻസ്. ഇനി എന്ത് ചെയ്യുക? അപകടങ്ങൾ കൂടും. അപകടങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരും കെയർലെസ് ആണ്, ശ്രദ്ധിച്ചോ? അല്ല ഒന്നും കൈകാര്യം ചെയ്യുന്നില്ല. മെഷീൻസ് ആയിക്കോട്ടെ, വട്ടെവർ ദേ ആർ ഹാൻഡിലിംഗ്, അവരെ ശ്രദ്ധക്കുറവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആബ്സെന്റ് മൈൻഡഡ് ആണ്. എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. മാനേജ്മെന്റിനെതിരെ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ച് ചെയ്യുന്നത് മുഴുവൻ പൊട്ടത്തരായിരിക്കും. ചിലപ്പോ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റുകളും മറ്റ് ഇൻസിഡന്റുകളൊക്കെ എന്ത് ചെയ്യും? ഹാപ്പൻ ചെയ്യും. ഓക്കെ, സോ ഇറ്റ് ഇൻക്രീസസ് ദ ചാൻസസ് ഓഫ് ആക്സിഡൻസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് low employee morale. Morale means to perform a duty with confidence, enthusiasm, happy and zeal. അത് വളരെയധികം ആത്മാർത്ഥതയോടെ, സന്തോഷത്തോടെ, വിശ്വാസത്തോടെ ഒരു ജോലി ചെയ്യാം. അതാണ് എംപ്ലോയി മൊറൈൽ എന്ന് പറയുന്നത്. പക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ സന്തോഷവും ഈ കമ്മിറ്റ്മെന്റും ഈ വിശ്വാസവും ഒന്നും എവിടെ നിന്ന് വരില്ല? ഉള്ളീന്ന് വരില്ല. ഇറ്റ്സ് എ മെന്റൽ സ്റ്റേറ്റ് ഓഫ് മെന്റൽ കണ്ടീഷൻ. ഇതൊരു മാനസിക അവസ്ഥയാണ്. ഏത്? ഈ എംപ്ലോയി മൊറൈൽ എന്ന് പറയുന്നത് ഉള്ളിന്ന് വരേണ്ടതാണ്. മനസ്സിലായി? ആ ഉള്ളിന്ന് അത് ഉള്ളിൽ തട്ടി വരുന്നത്, ചെയ്യുന്ന ജോലി അത് ഉള്ളിൽ തട്ടി ചെയ്യണം. അപ്പോഴാണ് എന്താ പറയാ, ഗുഡ് എംപ്ലോയി മൊറൈൽ ആണെന്ന് പറയാൻ സാധിക്കുള്ളൂ. പക്ഷെ അറ്റ് ദ ടൈം ഓഫ് ഗ്രീവൻസ്, എന്നാൽ ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ, ഗ്രീവൻസുകൾ, ഡിസാറ്റിസ്ഫാക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ഉള്ളിൽ തട്ടിയിട്ട് മനസ്സിൽ നിന്ന് എടുത്ത് മനസ്സുകൊണ്ട് അറിഞ്ഞ് ചെയ്യുന്ന ജോലിയുടെ ഒരു റിസൾട്ട് അവിടെ വരിക. ദാറ്റ് മീൻസ് ഇറ്റ് ഡിക്രീസസ് എംപ്ലോയി മൊറൈൽ. മനസ്സിലായോ? 4 പോയിന്റ് എംപ്ലോയീസിനെ എഫക്ട് ചെയ്യുന്നത് മനസ്സിലായോ? ഇൻക്രീസ് ആബ്സെന്റിസം ആൻഡ് ടേൺ ഓവർ റേറ്റ്, ലോവർ കമ്മിറ്റ്മെന്റ് ലെവൽ, ഓണസ്റ്റി ആൻഡ് ഡിസിപ്ലിൻ, ഇൻക്രീസ് ദ ചാൻസസ് ഓഫ് ആക്സിഡൻസ് ആൻഡ് ലോ എംപ്ലോയി മൊറൈൽ. 4 പോയിന്റ് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? വേം പറയേ. എവിടെന്ന് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുകയാണെന്ന് തോന്നുന്നില്ല. ഞാനിവിടെ ഇരുന്ന് വായിട്ട് കളിക്കുകയാണോ? പെട്ടെന്ന് റിയാക്ഷൻസ് തരൂ. എല്ലാവർക്കും ഓക്കെ ആണ്? യെസ്, അടുത്തതിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ, ദ ഗ്രീവൻസ് ഓൾസോ അഫക്ട് ദ മാനേജേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇനി ബിസിനസ് ഓർഗനൈസേഷന്റെ മാനേജേഴ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രീവൻസ് അഫക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ എന്ന് പറയാം. നെഗറ്റീവ്ലി അഫക്ട്സ് ദ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻ. സുപ്പീരിയർ സബോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ സുപ്പീരിയേഴ്സ് മീൻസ് ദ മാനേജേഴ്സ്, സബോർഡിനേറ്റ് മീൻസ് അവിടെയുള്ള എംപ്ലോയീസ്. ഈ എംപ്ലോയീസും നമ്മുടെ മാനേജ്മെന്റും തമ്മിലുള്ള ഒരു എന്താ പറയാ, ഒരു ബന്ധം, അത് നെഗറ്റീവായിട്ട് ഇഫക്ട് ചെയ്യും. കാരണം എന്താ? ഇപ്പൊ ഇവിടെ കുറെ എംപ്ലോയീസ് ഉണ്ട്. ദാറ്റ് മീൻസ് ടീച്ചേഴ്സ്, ടെക്നിക്കൽ സ്റ്റാഫ്. നമ്മളിവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാണ്, പഠിപ്പിക്കുന്നുണ്ട്. ടെക്നിക്കൽ വിഭാഗം നമുക്ക് ഈ പറയുന്ന എന്താ പറയാ ക്ലാസ്സുകളൊക്കെ ഇവിടെ റെക്കോർഡ് ചെയ്യാണ്. അടുത്ത ദിവസം അത് കൃത്യമായിട്ട് മിസ്സാകാതെ റെസ്പെക്റ്റീവ് ക്ലാസ്സിൽ എല്ലാവർക്കും കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, അല്ലെ? അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അതാത് ക്ലാസ് റൂമിൽ തെറ്റിക്കാതെ അത് ആ ക്ലാസ്സിലേക്ക് നെക്സ്റ്റ് ഡേ റെക്കോർഡഡ് വീഡിയോസ് എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ കൊടുക്കണം. അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാനേജ്മെന്റ് നമുക്ക് തരുന്ന സപ്പോർട്ട്, നമ്മളുടെ എന്തെങ്കിലും തരത്തിലുള്ള നമ്മൾക്ക് എന്തെങ്കിലും ഇൻകൺവീനിയൻസ്, അസൗകര്യങ്ങൾ ഇവിടെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വി വിൽ ഹാവ് ടു ബ്രിങ് ടു ദ നോട്ടീസ് ഓഫ് മാനേജ്മെന്റ്. അത് ആരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം? മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയ്യോ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ചെയ്യാമായിരുന്നു ഭംഗിയായി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു ബ്രിങ് ദാറ്റ് ടു ദ നോട്ടീസ് ഓഫ് മാനേജ്മെന്റ്. നമ്മൾ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. അപ്പൊ മാനേജ്മെന്റ് അതിനുള്ള കാര്യങ്ങൾ നോക്കുന്നു, അല്ലെ? ഒന്ന് അനലൈസ് ചെയ്യും. ഈസ് ഇറ്റ് നെസസറി ഓർ നോട്ട്? അത് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അത്തരം സൗകര്യങ്ങൾ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ അവര് എന്താ പറയാ, അവർ അനലൈസ് ചെയ്ത് നോക്കും. ആൻഡ് വേണമെന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു നല്ലൊരു ബന്ധം, ഒരു സബോർഡിനേറ്റ് സുപ്പീരിയർ ബന്ധം അവിടെ കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. അതേസമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു അല്ലെങ്കിൽ കേട്ടു, അവര് എന്താ പറയാ എംപ്ലോയീസ് അത് പറഞ്ഞു, പക്ഷെ അതിന് ചെവി കൊടുക്കുന്നില്ല. അപ്പൊ ആളുകളുടെ മനസ്സിൽ എന്തുണ്ടാവും? നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ട് എത്ര നാളുകളായി, പക്ഷെ നമുക്ക് ഇതുവരെയും അതിനൊരു സൊല്യൂഷൻ കിട്ടിയില്ല എന്ന ഒരു ചിന്ത മനുഷ്യന്റെ ആ എംപ്ലോയീസിന്റെ ഇടയിൽ കിടക്കും. അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സോ അത് എന്ന് പറയാ ഇതുവരെ തമ്മിലുള്ള ഒരു ബന്ധത്തിന് ഒരു തടസ്സമാകും. സബോർഡിനേറ്റ്സ് സുപ്പീരിയറും ആയിട്ടുള്ള റിലേഷൻസ് നെഗറ്റീവ് ആയിട്ടായിരിക്കും അഫക്ട് ചെയ്യുക. മാനേജ്മെന്റിനെ എന്താ പറയാ വലിയ കാര്യമായിട്ട് അവർക്ക് പരിഗണിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഒരു നല്ല ബന്ധം സൃഷ്ടിക്കപ്പെടുന്നില്ല. ഗ്രീവാൻസുകളൊക്കെ ഹാൻഡിൽ ചെയ്യാതെ ഒരിക്കലും ഒരു നല്ല റിലേഷൻ ബിറ്റ്വീൻ ദ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ്സ് പോസിബിൾ അല്ല. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് മാനേജേഴ്സിനെ അഫക്ട് ചെയ്യുന്നത്. ക്ലിയർ?
increases in discipline cases. ഇനി എന്താ അടുത്തത്? അച്ചടക്ക ലംഘനങ്ങൾ കൂടും. എന്താ വെച്ചാൽ എന്താ? അച്ചടക്ക മര്യാദ ലംഘനങ്ങളൊക്കെ വർദ്ധിക്കും. കാരണം നമ്മള് ഒരു കാര്യം ഉന്നയിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളുടേതായ ചില കാര്യങ്ങൾ നമ്മൾ അവരെ അറിയിച്ചിട്ട് അതിനൊരു റെസ്പോൺസ് ഇല്ല, അതിനൊരു സൊല്യൂഷൻ ഇല്ല എങ്കിൽ അത് എന്താ എംപ്ലോയീസ് ഒബ്വിയസ്ലി എന്തിലേക്ക് മാറാൻ ശ്രമിക്കും? എന്തിനാ പിന്നെ നമ്മളിത് കൃത്യമായിട്ട് ചെയ്യുന്നത്? ഞാൻ കുറച്ചു നേരം വൈകിട്ട് വരുന്നുള്ളൂ, ഞാൻ ഇതിന് നേരത്തെ പോകുകയാണ് കണ്ടോ? അങ്ങനെ അതായത് ഒരു ഓർഗനൈസേഷന്റെ ഡിസിപ്ലിനെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും, ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറാൻ തുടങ്ങും. ഓക്കെ, അത് കിടക്കുന്ന എന്താ? എന്തുകൊണ്ടാണ്? ഈ മനസ്സിനകത്ത് കിടക്കുന്ന ഈ ഡിസാറ്റിസ്ഫാക്ഷൻ, ഡിസ്കണ്ടന്റ്മെന്റ് ഉള്ളത് കൊണ്ടാണ്. അത് നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസസ് ഉണ്ടാകും. ക്രിയേറ്റ്സ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഡിസ്റ്റർബൻസ് ഓർ ടേണോയിൽ. പിന്നീട് എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ ചിലപ്പോഴൊക്കെ ഒരു എന്താ പറയാ ഒരു പ്രത്യേക രീതിയിലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കും. എന്ന് വെച്ചാൽ ദർ ഇസ് നോ ഗുഡ് റിലേഷൻ. ഒരു നല്ല കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻ മാനേജ്മെന്റും ഓർഗനൈസേഷനിലെ എംപ്ലോയീസും തമ്മിൽ ഉണ്ടാകുന്നില്ല. കാരണം എംപ്ലോയീസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊന്നും നടപ്പിലാക്കി തരുന്നില്ല എന്ന ഒരു മൈൻഡ് ആകും എംപ്ലോയീസിന്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ആ ഒരു ബന്ധം കുറയുന്നു, ഇടപെടലുകൾ കുറയുന്നു. അത് ചിലപ്പോഴൊക്കെ പല രീതിയിലുള്ള മോശം അന്തരീക്ഷത്തിലേക്ക് പോകും. ഈവൻ ഇറ്റ് ലീഡ്സ് ടു ടേണോവർ, മീൻസ് കലഹങ്ങൾ എന്ന് വെച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നും രണ്ടും പറഞ്ഞ് ചിലപ്പോ എംപ്ലോയീസിന് ഇഷ്ടാവില്ല, അവരും റേസ് ആകും. മാനേജേഴ്സിന് ഇഷ്ടാവില്ല, അവരും റേസ് ആകും. പരസ്പരം ഒരു വലിയ മോശം അന്തരീക്ഷം അവിടെ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യപ്പെടും. സോ ഇറ്റ് ക്രിയേറ്റ്സ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഡിസ്റ്റർബൻസ് ഓർ ടേണോവർ, മീൻസ് കലാപം കേട്ടോ. കലഹം, ലാഭം രണ്ടും തന്നെയാണ്. ഓക്കെ, ആ വേർഡ് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചപ്പോ. Then increases degree of supervision, control and follow up. ഇനി എന്താ? മാനേജേഴ്സിന് കൂടുതൽ നല്ല രീതിയിൽ സൂപ്പർവിഷൻ ഒക്കെ നടത്തേണ്ടി വരും. കാരണം എംപ്ലോയീസ് നെഗറ്റീവായിട്ടൊക്കെ പെരുമാറുള്ളൂ. ബിക്കോസ് അവരുടെ മനസ്സിൽ, അവരുടെ ഉള്ളില്, അവരുടെ ഇടയില് there is discontentment. ഈ പറയുന്ന ഡിസാറ്റിസ്ഫാക്ഷനും ഡിസ്കണ്ടന്റ്മെന്റും ഒക്കെ എംപ്ലോയീസിന്റെ ഇടയിലുണ്ട്. അവരും മര്യാദയ്ക്ക് ജോലി ചെയ്യില്ല എന്നും ആർക്കറിയാം? മാനേജ്മെന്റിന് അറിയാം. അപ്പൊ എന്ത് ചെയ്യണം? കൂടുതൽ ഫോളോ അപ്പ് നടത്തണം, കൂടുതൽ കൺട്രോൾ എംപ്ലോയീസിന്റെ ഇടയിൽ കൊണ്ടുവന്ന് ചുമത്തണം. അവരെ കൂടുതൽ നന്നായിട്ട് നല്ല ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ അവരെ ചെയ്യേണ്ടി വരും. കാരണം ജോലി ചെയ്യുന്നില്ല, ജോലിയിൽ ഉഴപ്പ് വരുത്തുന്നു, കൂടുതൽ ആളുകൾ ലീവ് എടുക്കുന്നു, ആബ്സെന്റ് ആകുന്നു, കുറെ പേര് പൊഴിഞ്ഞു പോകുന്നു. അപ്പൊ കൂടുതൽ കൃത്യമായ രീതിയിലുള്ള സൂപ്പർവിഷൻസ് നടത്തേണ്ടി വരുന്നു, കൂടുതൽ കൺട്രോൾ അവരുടെ മേല് ചുമത്തേണ്ടി വരുന്നു, കൂടുതൽ ഫോളോ അപ്സ് അവർക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നു. ക്ലിയർ ആയോ? അപ്പൊ ഇതെല്ലാം മാനേജ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന നമ്മളുടെ ഗ്രീവൻസിന്റെ ഇതാണ്. ഗ്രീവൻസ് ഏത് രീതിയിലൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത്? പ്രൊഡക്ഷനെ എഫക്ട് ചെയ്യുന്നു, എംപ്ലോയീസിനെ എഫക്ട് ചെയ്യുന്നു, മാനേജേഴ്സിനെയും അഫക്ട് ചെയ്യുന്നു. കിട്ടിയോ? ഈ 4 പോയിന്റ് വീതം 3 എണ്ണത്തിലും ഉണ്ട്. അത് 4 വീതം 3 എണ്ണത്തിലും ഉള്ളതും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ആരെയൊക്കെ എഫക്ട് ചെയ്യുന്നു? മാനേജേഴ്സിനെ ഏതൊക്കെ രീതിയിൽ എഫക്ട് ചെയ്യുന്നു, എംപ്ലോയീസിനെ എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യുന്നു, പ്രൊഡക്ഷനെ എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് സെപ്പറേറ്റ്ലിയും പഠിക്കണം. മാർക്ക് ചെയ്തിട്ട് കേട്ടോ, അണ്ടർലൈൻ ചെയ്തോ നോട്ട് എന്നിട്ടോ എങ്ങനെയെങ്കിലും അത് ഇമ്പോർട്ടന്റ് ആണെന്ന് എഴുതി വെക്കാം, അല്ല നോട്ട് ചെയ്ത് വെക്കാം. ശരിയോ? ശരി, അടുത്തത് യെസ്. അപ്പൊ നമ്മള് എന്താണ് ഗ്രീവൻസ് ഏതൊക്കെ ഫോംസിലുണ്ട് അല്ലെ? ഡിസ്ഗൈസ്ഡ്, ഇമാജിനറി, അതൊക്കെ നമ്മൾ ഫാക്ച്വൽ, ഈ 3 രീതിയിലുള്ള ഗ്രീവൻസുകൾ ഉണ്ട്. ഇനി ഗ്രീവൻസ് അത് ആരെയൊക്കെ അഫക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു. നൗ ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാണ് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ. അതായത് ഗ്രീവൻസുകളെ എങ്ങനെയൊക്കെ നമുക്ക് പരിഹരിക്കുന്ന ചില രീതികളാണ്. ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് അതിന്റെ വേർഡ് കേൾക്കുമ്പോൾ തന്നെ ഗ്രീവൻസുകളെ പരിഹരിക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ, ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ, രണ്ടും തന്നെയാണ് കേട്ടോ. ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ എന്നും അതിന് പേരുണ്ട്. ഇതെന്ന് പറയുന്നത് ഈസ് ദ ഫോർമൽ സിസ്റ്റം ഓഫ് ഡീലിംഗ് വിത്ത് എംപ്ലോയീസ് ഗ്രീവൻസ്. ഇതൊരു എന്താ പറയാ ഔപചാരികമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? എംപ്ലോയീസിന്റെ ഗ്രീവൻസുകളെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഒരു പ്രൊസീജിയർ ആണ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഗ്രീവൻസ് റീഡ്രസൽ
പ്രൊസീജിയർ എന്ന് പറയുന്നത്. എംപ്ലോയീസിന്റെ ഇടയിലുള്ള അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നം, അവരെന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ തൃപ്തിക്കുറവ് അവർക്ക് ഏതൊക്കെ മേഖലയിൽ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ കൃത്യമായി നോക്കി എറിഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സിസ്റ്റം. അത് നോക്കി മനസ്സിലാക്കി അതിനെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം. ഈ എംപ്ലോയീസിന്റെ ഇടയിൽ ഇഫ് ദേ ആർ ഫീലിംഗ് സച്ച് ടൈപ്പ് ഓഫ് ഗ്രീവൻസസ്, ഡിസ്കണ്ടന്റ്മെന്റ്, ഡിസാറ്റിസ്ഫാക്ഷൻ, ഇറ്റ് കനോട്ട് ബി ഫർദർ ലോങ്, എന്താ പറയാ, കുറച്ച് അധികം നാളൊക്കെ അതിങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാനൊന്നും പറ്റില്ല. അത് എപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ണിൽ പെടുന്നുവോ ശ്രദ്ധയിൽപ്പെടുന്നുവോ it should be easily or as soon as possible it should be resolved. അതൊക്കെ പരിഹരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോർമൽ സിസ്റ്റം ഫോർ ഡീലിംഗ് വിത്ത് എംപ്ലോയി ഗ്രീവൻസ്. എംപ്ലോയീസിന്റെ ഗ്രീവൻസിനെ ഡീൽ ചെയ്യുന്ന ഒരു ഫോർമൽ സിസ്റ്റം, അതിനെയാണ് നമ്മൾ ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ എന്ന് വിളിക്കുക. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം. ഫസ്റ്റ് സെന്റൻസ് രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ മതിയെന്ന്. ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയറിന്റെ മറ്റൊരു പേര് അവിടെ ഉണ്ട്, രണ്ട് രീതിയിൽ അത് അറിയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അത് ഡാഷ് ഈസ് എ ഫോർമൽ സിസ്റ്റം ഫോർ ഡീലിംഗ് വിത്ത് എംപ്ലോയി grievances എന്നുള്ളതും അതിൽ നിന്ന് ചോദ്യമാണ്. See, when the grievance is affected among the employees, അപ്പൊ ഗ്രീവൻസുകൾ എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് it should be successfully or successively it should be taken into consideration. എംപ്ലോയീസിന്റെ ഇടയിലുള്ള ഗ്രീവൻസുകളെ വളരെ എന്താ പറയാ വിജയപ്രദമായിട്ട് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അതിനെ പരിഗണിക്കണം. എന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഹാൻഡിൽ ചെയ്ത് നല്ല രീതിയിൽ അതിനെ സോൾവ് ചെയ്ത് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഓർഗനൈസേഷന്റെ ഫങ്ഷൻസ് ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. സോ മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണത്, ടു മാനേജ് ദ റീഡ്രസൽ. എന്തിനു വേണ്ടിയിട്ട്? എംപ്ലോയീസിന്റെ ഗ്രീവൻസുകളെ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളത്. അത് മാനേജ്മെന്റ് ഹാവ് ടു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ. സോ ഇറ്റ് ഇൻവോൾവ്സ് സെവറൽ സ്റ്റെപ്സ്. അപ്പൊ ഗ്രീവൻസുകൾ ഓടിച്ചെന്ന് നമുക്ക് പരിഹരിക്കാമെന്ന് പറ്റുന്ന കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ നടപടികൾ അതിനനുസരിച്ചുണ്ട്. അതൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. അപ്പൊ നമുക്കറിയാം ഇറ്റ് ഈസ് എന്താ പറയാ മാനേജ്മെന്റിന്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്ത് ടു ചെക്ക് റെലവന്റ് അനലിറ്റിക്കൽ ഇൻഫർമേഷൻ അബൌട്ട് ദ കണ്ടീഷൻ ഓഫ് ഓർഗനൈസേഷൻ ഹെൽത്ത്. ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംരംഭത്തിന്റെ, ഒരു ബിസിനസ് സംരംഭത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് എന്താ? അവിടുത്തെ സ്മൂത്ത് ഫങ്ഷനിങ് അല്ലെങ്കിൽ ദ റിലേഷൻ ബിറ്റ്വീൻ ദ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ്, ഇതൊക്കെയാണ് അവിടുത്തെ ഏറ്റവും ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ ഒത്തൊരുമയോടെ ഹാർമോണിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകണം. ഓർഗനൈസേഷൻ സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യണം, യാതൊരു തരത്തിലുള്ള ഹിൻഡ്രൻസ് അല്ലെ ബാരിയേഴ്സ് ഒന്നുമില്ലാതെ, തടസ്സങ്ങളൊന്നുമില്ലാതെ സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യണം. അതാണ് ഒരു ഓർഗനൈസേഷന്റെ ഹെൽത്ത്. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായി അവിടെ ഇവിടെയൊക്കെ എന്താ പറയാ പൊട്ടിത്തെറികളും അല്ലെങ്കിൽ കലാപങ്ങളും ഒക്കെ എംപ്ലോയീസിന്റെ ഇടയിൽ മാനേജ്മെന്റിന്റെ അഗേൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു, സമരം ചെയ്യുന്നു, എന്താ പറയാ ലോക്കൗട്ട് നടത്തുന്നു, അങ്ങനെയുള്ള ചില വേണ്ടാത്ത ഡിസ്റ്റർബൻസുകളൊക്കെ ഓർഗനൈസേഷനിൽ വരും. അപ്പൊ നമുക്ക് പറയാം ഓർഗനൈസേഷന്റെ ഹെൽത്ത് വളരെ വീക്കാണ്. അപ്പൊ ഓർഗനൈസേഷൻ ഹെൽത്തി ആയിരിക്കുമ്പോഴാണ് എന്താകുക, ഓർഗനൈസേഷനിൽ സ്മൂത്ത് ഫങ്ഷനിങ് ഉണ്ടാകുക, ഒരു ഗുഡ് റിലേഷൻ ബിറ്റ്വീൻ ദ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ് ഉണ്ടാകുക. ഓക്കെ, അപ്പൊ അതൊക്കെ മാനേജ്മെന്റിന്റെ കയ്യിലാണ്. അത് നന്നായി പോണോ, ഓർഗനൈസേഷൻ നല്ല ആരോഗ്യത്തോടെ മുന്നോട്ട് പോണോ എന്നൊക്കെ ആലോചിച്ച് അതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് മാനേജ്മെന്റ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ. ഇറ്റ് ഈസ് വെരി വെരി എസെൻഷ്യൽ. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും ഇതുപോലെയുള്ള ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ ഉണ്ടായിരിക്കണം. മോസ്റ്റ്ലി ഇൻ ലാർജ് ഓർഗനൈസേഷൻ, വലിയ വലിയ ബിസിനസ് സ്ഥാപനമില്ലേ, ഒരുപാട് എംപ്ലോയീസ് ഒക്കെ ഉള്ളത്, because large organizations will have large number of employees working അല്ലെ, ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ലുലു പോലെയുള്ള ബിസിനസ് ഓർഗനൈസേഷൻ വലിയ ബിസിനസ് സംരംഭമാണ്, ഒരുപാട് എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇമാജിൻ ഓഫ് ഹോസ്പിറ്റൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു എന്താ പറയാ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒക്കെയാണ് ഇപ്പൊ കൂടുതലുള്ളത്. ഒരുപാട് എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നഴ്സ് ആയിക്കോട്ടെ, മറ്റ് സ്റ്റാഫ് അംഗങ്ങളായിക്കോട്ടെ, ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ ഹെൽപ്പ് ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെ നഴ്സസ് തന്നെ പല ലെവലിലുണ്ട് കേട്ടോ. പല ഹൈറാർക്കിക്കൽ അവർക്ക് ലെവലുകൾ കൂടുതലുണ്ട്. നഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, നഴ്സിംഗ് ഇൻചാർജ് ഉണ്ട്, സ്റ്റാഫ് നഴ്സ് ഉണ്ട്, അങ്ങനെ നഴ്സിംഗ് വിഭാഗം തന്നെ കുറെ ഉണ്ട്. അതുകൂടാതെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ കൈകാര്യം ചെയ്യുന്ന ടെക്നിക്കലായിട്ട് ഉള്ള മെഷീൻസും മറ്റും ഹാൻഡിൽ ചെയ്യുന്നവരുണ്ട്. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ടെക്നീഷ്യൻസ് ഉണ്ട്, അവരും സ്റ്റാഫുകൾ തന്നെയാണ്. അപ്പൊ ഒരുപാട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ
ഒരു ഹോസ്പിറ്റൽസിലൊക്കെ ഒരു 10-500 പേരൊക്കെ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും ഏകദേശം, അബൌട്ട് ആവറേജ്. അപ്പൊ നോക്കി അങ്ങനെയുള്ള അത്രയും വലിയ ബിസിനസ് ഓർഗനൈസേഷൻസില് ഇറ്റ് ഇൻക്ലൂഡ് ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ്, ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഇസെൻഷ്യൽ, വളരെ നെസസറി ആണ് എന്ത്, ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഉണ്ടാവണം എന്നുള്ളത് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും. പക്ഷെ അത് ചെറിയ ബിസിനസ് ഓർഗനൈസേഷൻസ് ഒക്കെ ആകുമ്പോൾ ഓൺലി എന്താ പറയാ ലെസ് നമ്പർ ഓഫ് എംപ്ലോയീസ്, അവിടെ വളരെ കുറച്ച് എംപ്ലോയീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്താൽ മതി, അവർ ചെയ്യുന്ന പെർഫോമൻസുകൾ അവരെയൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, വീക്ഷിച്ചാൽ മതി, അവരുടെ പേരിൽ ഒരു കണ്ണൊക്കെ വെച്ചാൽ മതി എന്ന് മാത്രമാണ്. ബിക്കോസ് നമുക്കറിയാം സ്മോൾ ഓർഗനൈസേഷൻസ് വിൽ ഹാവ് ഓൺലി ലെസ് നമ്പർ ഓഫ് എംപ്ലോയീസ് ആൻഡ് ഓൾസോ വി ക്യാൻ ഇൻഡിവിജ്വലി നോ ദം. കുറച്ച് എംപ്ലോയീസ് മാത്രമേ ഉള്ളെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ഒരു ചെറിയ ബിസിനസ് ഓർഗനൈസേഷൻ നമ്മളൊരു 3-4-5 പേരൊക്കെ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ഉള്ളൂ എന്ന് വിചാരിക്കും. ജസ്റ്റ് ഇമാജിൻ, അവിടെ നമുക്ക് അവര് അധികം ആളുകൾ ഇല്ലാത്തത് കൊണ്ട് അവരെയൊക്കെ നമുക്ക് ഇൻഡിവിജ്വലി അവരെ പരിചയം ഉണ്ട്, ഇൻഡിവിജ്വൽ ആയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അത്ര വലിയ ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയറിന്റെ ആവശ്യമില്ല. പക്ഷെ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളിലാകുമ്പോൾ വെരി വെരി നെസസറി ആണ് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ അവിടെ ഉണ്ടാകണം എന്നുള്ളത്. മനസ്സിലായോ? ആ ഒരു പാരഗ്രാഫുകൾ മനസ്സിലായോ? കുഞ്ഞു കുഞ്ഞു പാരഗ്രാഫുകള്. ആദ്യത്തെ സെന്റൻസ് ആ ഒരു ടോപ്പിക് തുടങ്ങിയപ്പോൾ അത് ഞാനൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. വൺസ് അഗൈൻ ഞാനൊന്ന് ഇവിടെ സെലക്ട് ചെയ്യാം ആ ഭാഗം. പിന്നെ അടുത്തത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്, എ ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ ഈസ് എസെൻഷ്യൽ ഇൻ എ ലാർജ് ഓർഗനൈസേഷൻ because the number of employees and the hierarchical levels are more. ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ് വരെ മതി, അത്രേ ഉള്ളൂ, അതിന്റെ ആവശ്യമുള്ളൂ. അതിനകത്ത് കാര്യങ്ങളുണ്ട്. ഒരു ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ വലിയ വലിയ ഓർഗനൈസേഷനിൽ അത്യാവശ്യമാണ്, ബിക്കോസ് അവിടെ കൂടുതൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട്. ഓക്കെ, കാരണം റീഡ്രസൽ പ്രൊസീജിയർ അവിടെ വേണം. കാരണം മാനേജ്മെന്റിന് അല്ലെങ്കിൽ ഒരു മാനേജർക്ക് ഈ പറയുന്ന ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഇമാജിൻ ചെയ്യട്ടെ, വീണ്ടും കൂടി പറയാം. ഹോസ്പിറ്റൽസിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മൾ ചീട്ട് എഴുതാൻ നിൽക്കുന്നത് മുതല് അല്ലെ, അതിന്റെ അകത്തേക്ക് ഇഷ്ടംപോലെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സ് കൂടാതെ നഴ്സസ് ഒരുപാട് പേരുണ്ട് അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇത്ര നഴ്സസ് ഉണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ടെക്നിക്കൽ ആയിട്ടുള്ള മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട്, ഫിനാൻസ് അതായത് വരവ് ചെലവ് കണക്ക് മറ്റു കാര്യങ്ങൾ റെക്കോർഡ്സ് ചെയ്യുന്ന ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടുത്തെ ജോലിക്കാരുണ്ട്. അഡ്മിനിസ്ട്രേഷൻ വിഭാഗമുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ ഫാർമസി മരുന്നൊക്കെ കൊടുക്കുന്ന സ്ഥലമുണ്ട്, അവിടെയും കുറെ സ്റ്റാഫുകളുണ്ട്, ഫാർമസിസ്റ്റുകളും മറ്റ് സ്റ്റാഫ് അംഗങ്ങളുമായിട്ട്. ICU ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, ഒരുപാട് എംപ്ലോയീസ് ജോലി ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരെയും എന്താ പറയാ ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരെ പോയി നോക്കുക, അവരുടെ ജോലികളൊക്കെ പെർഫോമൻസ് ഒക്കെ നോക്കുക എന്നുള്ളത് ഇറ്റ്സ് ഇമ്പോസിബിൾ ഫോർ എ മാനേജർ. അത് മാനേജർക്ക് അങ്ങനെ എല്ലാവരെയും വീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എവിടെ ഉണ്ടാകണം, ലാർജ് ഓർഗനൈസേഷനിൽ ഉണ്ടാകണം എന്ന് പറയാൻ കാരണം. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത്, ഇൻ എ സ്മോൾ ഓർഗനൈസേഷൻ knowledge and contact is possible to a larger extent. Therefore, the need for a formal grievance procedure is reduced. ചെറിയ ഓർഗനൈസേഷൻസിലാകുമ്പോൾ കുറച്ച് ആളുകളെ ഉള്ളൂ എംപ്ലോയീസ്. അപ്പൊ അവരെയൊക്കെ നമുക്ക് അവരെ കുറിച്ചൊക്കെ നല്ല രീതിയിലുള്ള കോൺടാക്റ്റും നോളജും ഒക്കെ ഉണ്ട്, അവരെ കുറിച്ച് അറിവുണ്ട്, അവരെ നമുക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ഫോർമലായ രീതിയിൽ ഔപചാരികമായ രീതിയിലുള്ള ഒരു ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ അത്രയധികം ആവശ്യമില്ല, കുറവാണ്. മനസ്സിലായോ? വലിയ വലിയ ഓർഗനൈസേഷൻസിൽ തീർച്ചയായും വേണം എന്നുള്ളതും, ചെറിയ ചെറിയ ഓർഗനൈസേഷൻസിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് കുറവാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്നും പറയുന്നുണ്ട്. ക്ലിയർ? ഇത്രയും ഭാഗം മനസ്സിലായ? ഓക്കെ അല്ലേ? യെസ്. നൗ ലെറ്റ്സ് സീ വിച്ച് ആർ ദ സ്റ്റെപ്സ് ഇൻ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ. നേരത്തെ ഞാൻ പറഞ്ഞു ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഗ്രീവൻസുകളെ അതായത് എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഇത്തരം എന്താ പറയാ അസംതൃപ്തി, താല്പര്യക്കുറവ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴാണോ അപ്പൊ തന്നെ അതിനെ സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ആ സൊല്യൂഷൻസ് ഇറ്റ് ക്യാൻ നോട്ട് ബി പോസിബിൾ ഈവൻ ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്. ഒറ്റ സ്റ്റെപ്പില് അത്തരം പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. സോ അതിന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്, കടമ്പകളുണ്ട്, പടികളുണ്ട്. Let's see which are the steps in grievance handling procedure. അപ്പൊ ഗ്രീവൻസുകളെ ഹാൻഡിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിന്റെ ചില നടപടിക്രമങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് ആ നടപടിക്രമങ്ങൾ അങ്ങനെ തന്നിട്ടുണ്ട്. അതിന്റെ തുടക്കം ആദ്യം നമ്മൾ ഗ്രീവൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, എവിടെ നമ്മൾ തുടങ്ങണ്ടേ,
എവിടെ നമ്മൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ആ ഫ്ലോ ചാർട്ട് കാണിക്കുന്നത്. ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് എന്താ? താഴേക്ക് ഇതേ ആരോ മാർക്ക് കാണുന്നുണ്ടോ? ആരോ മാർക്ക് ഒന്ന് കഴിഞ്ഞ് അടുത്തത് അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത സ്റ്റെപ്പ് അത് എന്ന് വെച്ചാൽ ഇതിന്റെ ഇടയിൽ നിന്ന് ഈ സ്റ്റെപ്പുകൾ ഇടയിൽ നിന്ന് ഇടയ്ക്കിട്ട് കയറാൻ പാടില്ല. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇടയ്ക്കിട്ട് കയറി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടെത്തുന്നത്. ഫ്ലോ ചാർട്ടിന്റെ ആ ഒരു ഫ്ലോ തെറ്റിച്ച് തന്നിട്ടുണ്ട് എന്ന് മനസ്സിലായോ? ജമ്പിൾഡ് ഓർഡറിൽ നിങ്ങൾ തരും. അപ്പൊ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യണം. ഏതാണ് കറക്റ്റ് എന്നുള്ളത് നോക്കി കണ്ടുപിടിക്കണം. സോ ലെറ്റ്സ് സീ വിച്ച് ആർ ദ സ്റ്റെപ്സ്. അപ്പൊ സ്റ്റെപ്സ് ഇതാണ്. ഒന്ന്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസ്. ഗ്രീവൻസ് എന്താണെന്ന് മനസ്സിലാക്കുക, ഐഡന്റിഫൈ ചെയ്യാം. ദെൻ ഡിഫൈൻ കറക്റ്റ്ലി. എന്താണ് ആ ഗ്രീവൻസിനുള്ള കാരണം? അതിനൊരു ഡെഫിനിഷൻ. എവിടെ നിന്ന്, എങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അസംതൃപ്തി അല്ലെങ്കിൽ ഒരു ഡിസ്കണ്ടന്റ്മെന്റ് ആളുകളിൽ വന്നു, അത് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. Then next step is to collect the data regarding that grievance. ആ ഗ്രീവൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാം. എന്തുകൊണ്ട്, അത് എവിടെ നിന്നാണ് വന്നേക്കണേ, അത് വന്നേക്കണ സ്ഥലം എവിടെ നിന്ന് അന്വേഷിച്ച് അതിന് വേണ്ടിയിട്ടുള്ള സോഴ്സസ് ഓഫ് ഡാറ്റ ഒക്കെ കണ്ടെത്തി ഡാറ്റ കളക്ട് ചെയ്യാം. എവിടെ നിന്നൊക്കെയാണ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക, ദാറ്റ്സ് ഓൾ. അതാണ് ഡാറ്റ കളക്ട് ചെയ്യാന്ന് പറഞ്ഞത്. Then after collecting the data have to be analyzed and solved. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ ആ ഡാറ്റാസ് കളക്ട് ചെയ്ത ഡാറ്റയൊക്കെ ഒന്ന് അനലൈസ് ചെയ്യണം. എന്നിട്ട് അതിനകത്ത് നമുക്ക് പറ്റുന്ന എന്താ പറയാ സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് പ്രൊസീജിയർ ഈസ് ടു പ്രോംപ്റ്റ് റീഡ്രസ്. അതെന്താ? പെട്ടെന്ന് അതിന് നമ്മൾ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. മനസ്സിലായോ? പെട്ടെന്ന് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫോളോ അപ്പ്. അതിനുശേഷം എന്ത് ചെയ്യണം? ആ എന്താ പറയാ നമ്മള് പരിഹരിക്കാനായിട്ട് നോക്കിയ ആ കാര്യങ്ങൾ നടപ്പിലാക്കുക, അതിന്റെ ഫോളോ അപ്പ് നടത്തുക. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയറിന്റെ സ്റ്റെപ്സ്. ഒറ്റയടിക്കല്ല ഗ്രീവൻസ് സോൾവ് ചെയ്യുന്നത്, അതിന് ഈ പറയുന്ന സ്റ്റെപ്സിലൂടെയാണ് അത് ഓരോ പടിപടിയായി ചെയ്യേണ്ടത്. സോ once again, identification of grievance is the first step. Second one is define correctly. Third one, data collection. Then analyze and solve. Then prompt redressal. And the last one is implementation and follow up. Clear ആയോ? മനസ്സിലായോ? ഈ ഫ്ലോ ചാർട്ടിനെ മനസ്സിലായോ? ഫ്ലോ ചാർട്ടിന്റെ അവിടെ എൽബിന്ന് വെച്ചേക്കുക കേട്ടോ. ഈ ഫ്ലോ ചാർട്ടിൽ വന്നിരിക്കുന്ന ഈ കാര്യങ്ങൾ ഒന്ന് എന്താ പറയാ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ 6 സ്റ്റെപ്സും നമുക്ക് നോക്കാം. പറഞ്ഞത് തന്നെയാണ്, വീണ്ടും ഒന്നുകൂടി പറയുന്നുണ്ട്. ആ പറഞ്ഞ കാര്യത്തിന്റെ എക്സ്പ്ലനേഷൻസ് ഒന്നുകൂടി താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസ് നേരത്തെ പറഞ്ഞല്ലോ എന്താണ്? അതായത് എംപ്ലോയീസിന് if they have some dissatisfaction and it is not disclosed to the management. ഇപ്പൊ എംപ്ലോയീസിന്റെ ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു താല്പര്യക്കുറവ്, ഒരു തൃപ്തിക്കുറവ് നമ്മുടെ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ അവർക്കുണ്ടായാൽ, ഇനി ഇത് ഉണ്ടായിട്ടും ഇതൊരു മാനേജ്മെന്റിനെ അറിയിച്ചിട്ടില്ല, എന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അറിയിച്ചിട്ടില്ല മാനേജ്മെന്റിനെ. അറിയിച്ചില്ലെങ്കിലും എന്താണെന്ന് കുഴപ്പമെന്ന് അറിയാമോ? ഇവരുടെ ജോലിയിൽ അത് റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. ജോലിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അത് റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. അപ്പൊ മനസ്സിലാക്കിക്കൊള്ളാം എന്ത് പ്രശ്നം ഉണ്ടല്ലോ എംപ്ലോയീസിന്റെ ഇടയിൽ, എന്തൊക്കെയാണ് അത് കളിക്കേണ്ടത്, പക്ഷെ നമ്മളോട് അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ അതെന്താണ് ആ പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് എന്താണെന്ന് കണ്ടുപിടിക്കണം. മനസ്സിലായത്? അതാണ് ഒന്നാമത്തെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസ്. അതായത് even if the employees have some grievance and it is not disclosed to the management have to identify the grievance of the employees. Employees-ന്റെ grievance ഏത് വിധേനയും കണ്ടെത്താനായിട്ട് നോക്കണം. അവർ പറഞ്ഞില്ല, പറയാണ്ട് തന്നെ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസ്. Those grievances of employees which are not being disclosed must be recognized by the management. Management അത് എങ്ങനെയെങ്കിലും മനസ്സിലാക്കണം എന്താണ് ഇതിന്റെ പ്രശ്നം, എന്തോ ഉണ്ടല്ലോ. ഇത് ചിലപ്പോ അവര് പറയില്ല, അവര് പറയാതെ തന്നെ നമ്മളത് കണ്ടെത്താനായിട്ട് നോക്കണം. അങ്ങനെ കണ്ടെത്തി അതിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ്? ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? പോയി എഴുന്നേറ്റ് വീണ്ടും മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്തത് ഡിഫൈൻ കറക്റ്റ്ലി ആണ്. സി ആഫ്റ്റർ ഐഡന്റിഫൈങ് ദ ഗ്രീവൻസ്, ഇപ്പൊ എംപ്ലോയീസിന്റെ ഇടയിലുള്ള ഇതുപോലെ എന്തെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം തന്നെ കണ്ടെത്തുന്നു. ചിലപ്പോൾ അവര് മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അറിയിച്ചിട്ടില്ലെങ്കിലും നമ്മളുടെ ഡ്യൂട്ടിയാണത്, അത് കണ്ടെത്തുക എന്നുള്ളത്.
അത് കണ്ടെത്തി കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഷുഡ് കറക്റ്റ്ലി ഡിഫൈൻഡ് അതെന്താണ്, ഇത് ഇങ്ങനെയാണ്, ഇന്ന കാരണം കൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ വന്നേക്കണേ, അത് മനസ്സിലാക്കാൻ പറ്റണം. അവർക്ക് എന്താ ബുദ്ധിമുട്ട്, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു, ആ ബുദ്ധിമുട്ടിന്റെ കാരണം അതെന്താണെന്ന് ഡിഫൈൻ ചെയ്യാനും മാനേജ്മെന്റിന് കഴിയും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, എവിടെ നിന്നാണ് അത് തുടങ്ങിയേക്കണേ, എവിടെ നിന്നാണ് ഡിസ്കണ്ടന്റ്മെന്റ് ഡിസാറ്റിസ്ഫാക്ഷൻ വന്നേക്കണേന്ന് കണ്ടെത്തിയാൽ അത് നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ അല്ലെ. എന്താണോ ഒരു പ്രത്യേക എന്തെങ്കിലും കാര്യത്തിന് ഒരു കാരണമാകുന്നുണ്ടെങ്കിൽ കാരണം കണ്ടെത്തണം, കാരണം കണ്ടെത്തിയാലേ നമുക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ്. ആര്? മാനേജ്മെന്റ് ഗ്രീവാൻസുകൾ, എംപ്ലോയീസിന്റെ ഗ്രീവാൻസ് ഐഡന്റിഫൈ ചെയ്യുന്നു പറഞ്ഞില്ല എങ്കിലും. സെക്കൻഡ് വൺ, ആഫ്റ്റർ ഐഡന്റിഫൈങ് ദ ഗ്രീവാൻസസ്, ഗ്രീവാൻസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഷുഡ് കറക്റ്റ്ലി ഡിഫൈൻ, അത് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തു. നെക്സ്റ്റ് വൺ, അടുത്തത് എന്താ? ഡാറ്റ കളക്ഷൻ ആണ്. എവറി ഡാറ്റ റിലേറ്റഡ് ടു ദ ഗ്രീവാൻസ് ഓഫ് ദ എംപ്ലോയീസ് മസ്റ്റ് ബി gathered from every source as far as possible. The facts, data, opinions, അതായത് ആ ഗ്രീവൻസുകൾ കണ്ടെത്തി അതിന്റെ കാരണവും നമ്മൾ മനസ്സിലാക്കി. ഇനി കാര്യവും കാരണവും ഒക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അടുത്ത കാര്യം എന്താ ചെയ്യേണ്ടത്? ഇത് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി, അതിനനുസരിച്ചിട്ടുള്ള എവിടെ നിന്നാണ് ഈ ഒരു കാര്യം വന്നത്, എവിടെ നിന്നാണെന്നുള്ളത് ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഡാറ്റ കളക്ട് ചെയ്യണം. ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് പല സോഴ്സിൽ നിന്നാകാം. ചിലപ്പോൾ കൂടെ ജോലി ചെയ്യുന്ന ജോലിക്കാരെ വിളിച്ച്, കുറച്ചു പേരെ വിളിച്ച് അവരോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചോദിച്ചിട്ടാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേന. ഏത് രീതിയിലാണോ അതിന്റെ വാസ്തവങ്ങളും വസ്തുതകളും അഭിപ്രായങ്ങളും ഒക്കെ പല സോഴ്സുകളിൽ നിന്ന് കളക്ട് ചെയ്ത് ഗ്യാദർ ചെയ്ത് കൊണ്ടുവരണം. അതാണ് പറയുന്നത് എന്ത്? ഡാറ്റ കളക്ഷൻ. മനസ്സിലായി? ഇവിടെ എംപ്ലോയീസ്, ഇവിടെ ഒരുപാട് ടീച്ചേഴ്സ് മറ്റേ ആളുകളൊക്കെ മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്, സ്റ്റാഫ് മെമ്പേഴ്സ്. അവര് ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലെയുള്ള ഡിസ്കണ്ടന്റ് ഉണ്ടായി എന്ന് വിചാരിക്കാം. പക്ഷെ നമ്മളത് മാനേജ്മെന്റിനെ അറിയിച്ചിട്ടില്ല. പക്ഷെ ആ അറിയിച്ചില്ല എങ്കിലും പല രീതിയിലും ഇന്നത്തെ കാലത്ത് നമ്മൾ പറയില്ലേ, ചുവരുകൾക്കും ഭിത്തികൾക്കും ഒക്കെ എന്തുണ്ടെന്ന് കണ്ണും കാതും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. ഏതെങ്കിലും വിധാനം എന്തെങ്കിലും ഒരു സൂചന അവർക്ക് ലഭിച്ചാൽ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ആദ്യം ശ്രമിക്കുന്നു. അത് ഫസ്റ്റ് പോയിന്റ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസ്. സെക്കൻഡ് വൺ, അതെന്താണെന്ന് മനസ്സിലാക്കി, ഇവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ്, അതെന്താണ് എന്നുള്ളത് വ്യക്തത അതിൽ വരുത്തണം. അത് മാനേജ്മെന്റ് അതിനുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കണം. അതിനുശേഷം അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പല ആളുകളിൽ നിന്നും ചിലപ്പോൾ വന്നിട്ട് കുറച്ചു പേര്, എല്ലാവരും ഒന്നുമല്ല, കുറച്ചു പേര് വിളിച്ചിട്ട് എന്തെങ്കിലും അവരുടെ ഒപ്പീനിയൻസ്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഒപ്പീനിയൻസ്, അവരുടെ യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഡാറ്റ കളക്ഷൻ. മനസ്സിലായ? ഉദാഹരണം ഞാൻ നമ്മുടെ സ്മാർട്ട് സിറ്റിയിലെ സ്റ്റാഫുകളുടെ തലയിലേക്ക് വെച്ചു കൊടുത്തിട്ടാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ നിങ്ങൾക്ക്? അതുപോലെ ഈച്ച് ആൻഡ് എവറി ഓർഗനൈസേഷനിലും പല പ്രശ്നങ്ങളും ആളുകൾ നേരിടുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങള് എന്താണെന്ന് ചിലപ്പോൾ മാനേജ്മെന്റ് നേരിട്ട് അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് പല വഴിക്കാണെങ്കിലും അറിയുന്നു, അതെന്താണെന്ന് മനസ്സിലാക്കുന്നു, അത് ശരിയാണോ എന്നറിയാനുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു. ഇവിടെ വരെ ഓക്കെയാണോ? 3 പോയിന്റ് വരെ ഓക്കെയാണോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് അറിയാതെ എനിക്ക് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. അതാണ് റിപ്പീറ്റ് ചെയ്യുന്നേ. ഓക്കെ, കുറച്ചു പേരൊക്കെ തമ്പഴുണ്ട്, കുറച്ചു പേര് ഉറങ്ങണമെന്നാവോ ദൈവത്തിന് അറിയാം. ഉറങ്ങുന്നുണ്ടോ ആരെങ്കിലും? കുറച്ച് കുട്ടികളെ നമ്മൾ ഇവിടെ ഉള്ളൂ. 16-ല് 2 പേര്, ഒന്ന് എന്റെ പ്രസന്റേഷൻ, ഒന്ന് ഞാനും, പിന്നെ ഒന്ന് നമ്മുടെ സ്മാർട്ട് സിറ്റിയിലെ ടെക്നിക്കൽ ക്യാമറയാണ് അവിടെ ഓണായിരിക്കുന്നത്. അപ്പൊ 3 മാറ്റി കഴിഞ്ഞാൽ ബാക്കി 13 പേരെ കുട്ടികളായിട്ട് നിങ്ങൾ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ ഉള്ളൂ. ഓക്കെ, യെസ്, നോക്കാം. അപ്പൊ ഡാറ്റ കളക്ഷൻ. നെക്സ്റ്റ് വൺ, അനലൈസ് ആൻഡ് സോൾവ്. സി, ആഫ്റ്റർ ദ ഡാറ്റ ഈസ് കളക്റ്റഡ്, നമുക്കറിയാം ഈ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? They have to develop some information by analyzing that particular data and they have to get some best solution from that. അപ്പൊ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്തു, ആ ഡാറ്റയിൽ നമ്മൾ നോക്കുന്നു, ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നു, മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് ചോദിച്ചു, അതിൽ നിന്ന് നമുക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടി, അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അപ്പൊ ഇന്നതാണ് കാരണം, ആ കാരണമാണെന്നുള്ളതിന് നമുക്ക് മനസ്സിലാകുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ്, അത് ഇല്ലാതാക്കാൻ, അത്തരം ഗ്രീവൻസുകളെ നമുക്ക് എന്താ പറയുക, തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ ചെയ്യണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ആളുകളുടെ മനസ്സിലൊക്കെ വരും. മാനേജ്മെന്റിന്റെ വിഭാഗത്തിലുള്ള
മറ്റ് മാനേജേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് കൂടി ആലോചിച്ച് ഓരോ ഐഡിയാസ് അവർ പറയും. അതിൽ നിന്ന് ദേ ഹാവ് ടു സെലക്ട് ദ ബെസ്റ്റ് സൊല്യൂഷൻ, ഏറ്റവും നല്ല സൊല്യൂഷൻ, എന്നിട്ട് അതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യാം. നമുക്ക് അപ്പൊ ഇതിൽ നിന്ന് പരിഹരിക്കാം. എങ്ങനെയാണ് നമ്മൾ അതിനെ പരിഹരിക്കുന്നത് എന്നൊന്ന് ലാസ്റ്റ് ഒരു സൊല്യൂഷനിലേക്ക് എത്തുക. അനലൈസ് ആൻഡ് സോൾവ് ആഫ്റ്റർ ദ ഡാറ്റ കളക്ഷൻ, അനാലിസിസ് ഓഫ് ഇൻഫോർമേഷൻ. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റാസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ്, ഒരുപാട് സൊല്യൂഷൻസ് കണ്ടെത്തണം. ഇങ്ങനെ പരിഹരിക്കാം, ഇങ്ങനെ പരിഹരിച്ചാൽ എന്താ കുഴപ്പം, അയ്യോ അതിനെന്തോ പോരായ്മയുണ്ട്, അപ്പൊ വേറെ ഒപ്പീനിയൻ, വേറൊരാളുടെ ഐഡിയ അനുസരിച്ച് വേറൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്നു. ശരി, ഓക്കെ, ആ രീതിയിൽ ചെയ്യാം. അപ്പൊ അതിനേക്കാൾ കുറച്ചുകൂടി ഭംഗിയായ ബ്രില്യന്റ് ആയ മറ്റൊരു ഒപ്പീനിയൻ വേറൊരാളുടെ ഐഡിയയിൽ വന്നു. അപ്പൊ ആള് പറയുന്നത് ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്താൽ അപ്പൊ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് കുറച്ച് ബ്രില്യന്റ് ആയിട്ട് തോന്നുമ്പോ അത് സെലക്ട് ചെയ്യുക. അപ്പൊ ഏറ്റവും നല്ലതിനെ അതിൽ നിന്ന് ചൂസ് ചെയ്യാം, നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്തുക. ഓക്കെ, ഫോർത്ത് പോയിന്റ്. നെക്സ്റ്റ് വൺ പ്രോംപ്റ്റ് റീഡ്രസൽ ആണ്, പെട്ടെന്നുള്ള ആ ഒരു പരിഹാരമാണ്. അത് നമ്മള് അപ്പൊ കാര്യം മനസ്സിലാക്കി, അതിനൊരു എന്താണെന്ന് അറിഞ്ഞു, അതിനുവേണ്ടി ഡാറ്റ കളക്ട് ചെയ്തു, നമ്മൾ അനലൈസ് ചെയ്തു. സോ ആഫ്റ്റർ അനാലിസിസ് ഓഫ് ഗ്രീവൻസുകളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ അതിനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്, അതും സ്പീഡി മാനറിൽ കണ്ടെത്തണം. വളരെ പെട്ടെന്ന് അത് റിസോൾവ് ചെയ്യാനുള്ളത്, അതിനെ സോൾവ് ചെയ്യാനുള്ള നടപടികൾ ഇംപ്ലിമെന്റ് ചെയ്യും. മനസ്സിലായോ? അത് കാര്യം മനസ്സിലായി. എല്ലാതൊക്കെ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല, ഇമ്മീഡിയറ്റ് റീഡ്രസലാണ്. പിന്നെ പെട്ടെന്ന് അവിടെ റിസോൾവ് ചെയ്തോളാം. ക്ലിയർ? പ്രോംപ്റ്റ് റീഡ്രസൽ മനസ്സിലായോ? മനസ്സിലായ? And the last one, implementation and follow up. നമ്മൾ ഇപ്പൊ ഗ്രീവാൻസുകളൊക്കെ പരിഹരിച്ചു, നല്ല സൊല്യൂഷൻസ് കൊടുത്തു, അവർക്ക് എന്താ പറയാ, ഇനി അത് വളരെ എളുപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു, അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആഫ്റ്റർ ഇംപ്ലിമെന്റിങ് നമ്മൾ അവരുടെ പ്രശ്നമൊക്കെ പരിഹരിച്ചല്ലോ, ഇനിയിപ്പോ എല്ലാം സ്മൂത്ത് അല്ലേ എന്ന് വിചാരിച്ച് ഇനി കുഴപ്പമൊന്നുമില്ല, അവര് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് അവര് മര്യാദയ്ക്ക് ജോലി ചെയ്തോളൂ എന്ന് മാത്രം വിചാരിച്ചിരിക്കാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് സം ഫോളോ അപ്പ് ഷുഡ് ബി ഡൺ. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത സൊല്യൂഷൻ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ്, എത്രത്തോളം ഭംഗിയായി പിന്നീട് അതിന്റെ എഫക്ട് ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇടയ്ക്ക് ഫോളോ അപ്പ് നടത്തണം. പിന്നെ വീണ്ടും ഇനി ഒരു ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്ന് വീണ്ടും ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ ഒക്കെ നടപടികളൊക്കെ സ്വീകരിക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതിനൊരു കൊടുക്കരുത്, ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഫോളോ അപ്പ്, ഫ്രീക്വന്റ് ആയിട്ടുള്ള ഫോളോ അപ്പ് ആഫ്റ്റർ ഇംപ്ലിമെന്റിംഗ് ദ റീഡ്രസൽ പ്രൊസീജിയർ, അല്ലെങ്കിൽ ആഫ്റ്റർ ഇംപ്ലിമെന്റിംഗ് ദ സൊല്യൂഷൻ നടത്തി കഴിഞ്ഞതിന് ശേഷം ഇഫക്റ്റീവായിട്ട് ആ സൊല്യൂഷൻസ് ഒക്കെ ഭംഗിയായി നടക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഫോളോ അപ്പ് നടക്കണം. ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫോളോ അപ്പ്. ക്ലിയർ ആയോ? മനസ്സിലായോ? So these are the steps of grievance redressal procedure. ഇപ്പൊ നമ്മുടെ ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയറിൽ വന്നിരിക്കുന്ന 6 സ്റ്റെപ്സ്, അതിൽ ആ ഫ്ലോ ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഫ്ലോ ചാർട്ട് തന്നെയാണ് ഇവിടെ താഴെ 6 പോയിന്റ് ആയിട്ട് തന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻസ് കാണിച്ചിരിക്കുന്നത്. എക്സ്പ്ലനേഷൻ നിങ്ങളൊന്ന് വെറുതെ വായിച്ചു നോക്കിയാൽ മതി. ഇമ്പോർട്ടന്റ് തിങ് ഈസ് ദ ഫ്ലോ ചാർട്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫ്ലോ ചാർട്ട് ആണ്. ക്ലിയർ ആയോ? 6 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാമോ? ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കാൻ പറയുമ്പോ ഒന്ന് വായിച്ചു നോക്കട്ടെ, നമ്മുടെ കണ്ണ് വെച്ചൊന്ന് വായിച്ചു നോക്കുക. അത്രയും ഒരാള് വായിക്കുന്നതും നമ്മൾ തന്നെ വായിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, വായിച്ചല്ലോ? ഓക്കെ അല്ലേ എല്ലാവരും?
Yes, next one, grievance machinery under Industrial Disputes Act 1947. എന്താണ് ഗ്രീവൻസ് മെഷീനറി? ഗ്രീവൻസ് മെഷീനറി എന്ന് പറഞ്ഞാൽ ഗ്രീവൻസുകളെ പരിഹരിക്കാനുള്ള ഒരു മെഷീനറി, ഒരു സിസ്റ്റം. അത് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, മെഷീനൊന്നും അല്ല. അതെ, ആളുകൾക്ക് എംപ്ലോയീസിന് ഇത്രയും പ്രശ്നങ്ങൾ, അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ, അവർക്ക് കുറെ താല്പര്യക്കുറവും സംതൃപ്തി കുറവുണ്ടെന്ന് പറഞ്ഞ് അതെല്ലാം കൂടി പിടിച്ചിട്ട് ഒരു മെഷീന്റെ ഉള്ളിൽ കൊണ്ടിട്ടിട്ട് അത് പരിഹരിക്കാനുള്ള സാധനം മെഷീനിൽ നിന്ന് കിട്ടൂല. അല്ലേ? അതൊരു പ്രൊസീജിയറാണ്. ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഗ്രീവൻസ് മെഷീനറി എന്ന് വിളിക്കുക. അതായത് ആ ഗ്രീവൻസുകൾ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു, മനുഷ്യന്മാർക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുക. അല്ലെ? തീർച്ചയായിട്ടും മനുഷ്യന്മാരുടെ മനസ്സിലുള്ള അവസ്ഥകളെ സോൾവ് ചെയ്യാൻ വേറെ മനുഷ്യന്മാർക്ക് ഇനിയേ പറ്റുള്ളൂ. സോ ഗ്രീവൻസ് മെഷീനറി എന്ന് പറയുന്നത് ആ ഗ്രീവൻസുകളെല്ലാം തന്നെ. ഇപ്പൊ എനിക്ക് നമ്മുടെ എന്താ പറയാ, എംപ്ലോയീസിന്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടോ അവരുടെ വർക്കിംഗ് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ടോ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഒബ്വിയസ്ലി നോട്ടീസ്ഡ് ടു ദ ഹയർ അതോറിറ്റീസ്. അത് ആരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം? ഹയർ അതോറിറ്റീസിന്റെ, മാനേജ്മെന്റിന്റെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട എന്താ പറയാ മുകളിലുള്ള അധികാരികളോ ഒക്കെ അറിയിക്കണം. അത് അറിയിക്കുക എന്നുള്ളതാണ് ഗ്രീവൻസ് മെഷീനറി. ഇറ്റ്സ് കൺവേയിങ് ദ ഗ്രീവൻസ് ടു ദ ഹയർ അതോറിറ്റീസ്. തങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അത് ഹയർ അതോറിറ്റീസിനെ അല്ലെങ്കിൽ കൺസേൺഡ് പീപ്പിളിനെ അറിയിക്കുക. എപ്പോ? അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് ഒക്കറൻസ്. എപ്പോഴാണ് അത് അറിയിക്കേണ്ടത്? അത് എപ്പോഴാണ് ഉണ്ടായെന്ന് വെച്ചാൽ അത് ഉണ്ടാകുന്ന ആ സമയത്ത് തന്നെ കുറെ ദിവസം കിടന്ന് അല്ലെങ്കിൽ കുറെ മാസങ്ങൾ അവിടെ തന്നെ ഇട്ട് കറക്കി യാതൊരു രീതിയിലും എന്താ പറയാ അതിനൊരു സൊല്യൂഷൻ വരുന്നില്ല. വെറുതെ എംപ്ലോയീസ് പരസ്പരം തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു, പ്രവർത്തിക്കുന്നു എന്നല്ലാതെ പ്രൊഡക്ഷൻ കുറയുന്നതും എന്താ പറയാ ഓർഗനൈസേഷനിലെ വർക്കുകൾ മര്യാദയ്ക്ക് നടക്കാത്തതായിരിക്കും അതിന്റെ റിസൾട്ട്. അത് കൃത്യമായിട്ട് എപ്പോഴാണോ അത് ഉണ്ടാകുന്നത് അത് കൃത്യമായി ആളുകളുടെ അറിവിലേക്ക് എത്തിക്കുക, ഹയർ അതോറിറ്റീസിലേക്ക്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദെയർ സെറ്റിൽമെന്റ്, അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഗ്രീവൻസ് മെഷീനറി എന്ന് പറയുന്നത് അതുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അല്ലാണ്ട് അങ്ങനത്തെ ഒരു മെഷീനൊന്നും അല്ല കേട്ടാ. അപ്പൊ അണ്ടർലൈൻ ചെയ്യാം, ഗ്രീവൻസ് മെഷീനറി ഈസ് ദ procedure of conveying the grievances to the higher authorities or concerned people from the time of their occurrence till the time of their settlement. അത് അവിടുന്ന് ബന്ധപ്പെട്ട അധികാരികളെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളെയോ അറിയിച്ച് എത്രയും പെട്ടെന്ന് അത് എപ്പോഴാണ് ഉണ്ടാകുന്നത് ആ സമയത്ത് തന്നെ അറിയിച്ച് അതിന് വേണ്ടിയിട്ട് സെറ്റിൽമെന്റ് ചെയ്യുക. ആ ഒരു സിസ്റ്റം, ആ ഒരു പ്രൊസീജിയർ അതിനെ മൊത്തത്തിലാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രീവൻസ് മെഷീനറി. അങ്ങോട്ട് കൊടുത്ത് തിരിച്ച് അതിന് നല്ലൊരു സൊല്യൂഷൻ കിട്ടുന്നത് വരെ. ക്ലിയർ ആയോ? അപ്പൊ ഗ്രീവൻസ് മെഷീനറിയെ കുറിച്ചിട്ട് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ വഴിയെ പഠിക്കും. അപ്പൊ എന്താണ് എന്താ പറയാ, ഇങ്ങനെ ഒരുപാട് ആക്ടുകളുണ്ട്. ഈ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് നിയമങ്ങളാണ്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് ബിസിനസ് ഓർഗനൈസേഷനകത്തുണ്ടാകുന്ന പല ഡിസ്പ്യൂട്ടുകൾ, തർക്കങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിന് കുറെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ പോകും. 1947 മുതൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ ഇതുപോലെയുള്ള ആക്ടുകളിലൊക്കെ എന്താ പറയാ കുറെ അമെന്റ്മെന്റുകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കും. ചിലതിലൊക്കെ ഈ ലോസും ആക്ട്സും ഒക്കെ ചില സമയങ്ങളിലൊക്കെ മാറ്റി മറിച്ചൊക്കെ വരും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പോ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് പോകാറുണ്ട് അല്ലെ? നമ്മളൊക്കെ എടുത്തിരുന്നപ്പോ ഉണ്ടായിരുന്ന രീതിയിലല്ല ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇല്ലേ? അറിഞ്ഞോ അതൊക്കെ നിങ്ങള്? യെസ്, അതുപോലെയാണ് പല നിയമങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ പല മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അല്ലെ? ഇപ്പൊ നിയമങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞു വരും. എപ്പോഴും ഒരു നിയമം ഉണ്ടാകുക, ഒരു നിയമം എങ്ങനെ വരിക ചിന്തിച്ചുണ്ടോ നിങ്ങൾ? എന്തെങ്കിലും ഹാപ്പനിങ്സ് ഉണ്ടാകുമ്പോഴാണ് അല്ലെ? എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി, ആ സംഭവത്തിന്റെ ഇത് പിടിച്ചിട്ടാണ് പല നിയമങ്ങളും ഫോം ചെയ്യുന്നത്. നമ്മള് റോഡ് ആക്സിഡന്റ്സ് ഒക്കെ കൂടി വരുന്നു, പല രീതിയിലുള്ള ആക്സിഡന്റുകളാണ് വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഓരോരോ നിയമങ്ങൾ അപ്പൊ തന്നെ കൊണ്ടുവരും. ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയധികം സ്ട്രിക്റ്റ് ഒന്നും ആയിരുന്നില്ല. ഹെൽമെറ്റ് എല്ലാവരും തന്നെ ധരിക്കണം. ഇപ്പൊ ഒരു വണ്ടിയിലൊക്കെ 3 പേര് പോയാൽ 3 തലയിലും ഹെൽമെറ്റ് ഒക്കെ ഉണ്ട് അല്ലെ? പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നോ? ഇല്ല. മുന്നിൽ നിന്ന് ഓടിക്കുന്ന ആളുടെ തലയിൽ ഉണ്ടെങ്കിൽ ഉണ്ട്, അത്ര തന്നെ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സീറ്റ് ബെൽറ്റ് ഒക്കെ നന്നായി ധരിക്കണം എന്ന് വണ്ടി 4 വീലറിലൊക്കെ പോകുമ്പോ അല്ലെ? ഒരുപാട് നിയമങ്ങൾ, ഈ നിയമങ്ങൾ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് എന്താ പറയാ ട്രാൻസ്പോർട്ടേഷൻ വിഭാഗമൊക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് പാലിക്കാൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇറ്റ് റെഡ്യൂസസ് ദ നമ്പർ ഓഫ് ആക്സിഡന്റ്സ്.
ഈ അപകടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യാൻ പറഞ്ഞത്. അതുപോലെ ഒരുപാട് നിയമങ്ങൾ എല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലയിലും എല്ലാ ഏരിയാസിലും ഉണ്ട്. ഫാക്ടറീസിലും ബിസിനസ് ഓർഗനൈസേഷൻസിലും they have to follow some rules and regulations. അവിടെയും പല കാര്യങ്ങളെ സംബന്ധിക്കുന്ന നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു നിയമം ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. ഇത് എംപ്ലോയീസിന്റെ ഇടയിൽ പല തർക്കങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നപ്പോ ഓരോരോ തർക്കങ്ങളൊക്കെ പല കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോഴൊക്കെയാണ് ഓരോ പുതിയ നിയമങ്ങൾ അപ്പൊ അതൊരു കണ്ടെത്തി. അപ്പൊ അതിനൊരു സൊല്യൂഷൻ എങ്ങനെയാണ്, അപ്പൊ അതവിടെ തന്നെ ഒരു നിയമമായിട്ടൊരു ആക്ട് ആയിട്ട് അവിടെ പ്രഖ്യാപിച്ച് ഡിക്ലെയർ ചെയ്ത് ഉണ്ടാക്കി വെച്ചു. ഓക്കെ, അപ്പൊ ഈ ഗ്രീവൻസ് എന്താ പറയാ, അതൊരു മോശം കാര്യമാണ്. ഇറ്റ് ബിക്കംസ് കോംപ്ലിക്കേറ്റഡ് ഇഫ് ഇറ്റ്സ് സെറ്റിൽമെന്റ്സ് ഈസ് എന്താ പറയാ നോട്ട് ഡൺ പ്രോപ്പർലി. അതായത് ഗ്രീവൻസുകൾ നല്ല രീതിയിൽ സെറ്റിൽ ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ വിതിൻ ടൈം അത് സെറ്റിൽ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എന്ത് പറ്റും, ഗ്രീവൻസ് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാ പറയുന്നത് ഗ്രീവൻസസ് ഹാവ് ടു ബി സെറ്റിൽഡ് അറ്റ് ഇറ്റ്സ് ഏർലി ഏജ്. എത്രയും പെട്ടെന്ന് എന്താ പറയാ ഏറ്റവും ഏർലി ആയിട്ടുള്ള സ്റ്റേജിൽ തന്നെ അത് എന്താ പറയാ റീഡ്രസലിനുള്ള അല്ലെങ്കിൽ സൊല്യൂഷനുള്ള കാര്യങ്ങൾ കണ്ടെത്തിപ്പോണം. അത് വച്ച് താമസിപ്പിക്കാൻ പാടില്ല, വൈകാൻ പാടില്ല. വൈകും തോറും കോംപ്ലിക്കേഷൻസ് കൂടുന്ന ഒരു സാധനമാണ് ഗ്രീവൻസ്. എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ അതായിരിക്കണം ലക്ഷ്യം. എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് അല്ല ജോലി ചെയ്യുന്നതിൽ, അവർക്ക് യാതൊരു താല്പര്യമില്ല, തൃപ്തിയും ഇല്ല എങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള റിസൾട്ട് ഓർഗനൈസേഷനിൽ എംപ്ലോയീസിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് പറയുന്നത്. അപ്പൊ ഏർലി സ്റ്റേജിൽ തന്നെ ഗ്രീവൻസ് ഹാവ് ടു ബി സെറ്റിൽഡ്. മനസ്സിലായോ? മനസ്സിലായോ? അത്രയും അതിൽ ഗ്രീവൻസ് മെഷീനറിയുടെ സെന്റൻസ് ആണ് ഇമ്പോർട്ടന്റ്. പിന്നെ മാത്രമല്ല ഇതുകൂടി അണ്ടർലൈൻ ചെയ്യണേ, നമ്മുടെ ഗ്രീവൻസ് മെഷീനറി അണ്ടർ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് എന്ന് പറഞ്ഞല്ലേ, അതിന്റെ വർഷമൊക്കെ ചിലപ്പോൾ തെറ്റിച്ചൊക്കെ തരും. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് came into existence 1947 അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാണ്. 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് നിലവിൽ വന്നത്. എന്റെ ആ ഒരു വേണമെങ്കിൽ ഡേറ്റ് മീൻസ് ഇയർ ഒക്കെ ചിലപ്പോൾ തെറ്റിച്ചൊക്കെ തരും. അതുകൊണ്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഇനി ഈ ഗ്രീവൻസ് മാനേജ്മെന്റ് മെഷീനറി അതിനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഗ്രീവൻസിനെ കുറിച്ചിട്ടുള്ള, അത് ഗ്രീവൻസ് റീഡ്രസലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈസ് മെൻഷൻഡ് ഇൻ സെക്ഷൻ 9C ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. സെക്ഷൻ 9C, സെക്ഷൻ 9C പ്രകാരം ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 പ്രകാരം ഈ ഗ്രീവൻസ് മാനേജ്മെന്റുമായിട്ടുള്ള ചില പ്രൊസീജിയേഴ്സ് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ഈ സെക്ഷനും മറക്കണ്ട, അതുപോലെ തന്നെ ആക്ടിന്റെ പേരും മറക്കണ്ട. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 സെക്ഷൻ 9C ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ നമുക്ക് പറയാം, മുഴുവൻ തീർന്നില്ലെങ്കിലും തീർക്കുന്നിടത്തോളം തീരട്ടെ. ഫസ്റ്റ് വൺ, എവറി ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് employing 20 or more workmen shall have one or more grievance redressal committee for the resolution of disputes arising out of individual grievances. അതായത് വ്യക്തിപരമായിട്ട് ഓരോ എംപ്ലോയീസിനും ഉണ്ടാകുന്ന ഇത്തരം ഗ്രീവാൻസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും ഏകദേശം 20 അതിൽ കൂടുതലോ വർക്ക്മെൻ എംപ്ലോയീസ് ഉള്ള എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസിലും എന്തുണ്ടാവണം, ഒരു ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി ഉണ്ടാവണമെന്ന്. ഗ്രീവൻസുകളൊക്കെ ഉണ്ടെങ്കിൽ, എംപ്ലോയീസിന്റെ ഇടയിൽ ഗ്രീവൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കി വെച്ചേക്കണമെന്ന്. എത്രയാ അതിനൊരു ലിമിറ്റേഷൻ പറയുന്നുണ്ട്. 20 മുതൽ 20-ന് മുകളില് ജോലിക്കാരുള്ള എല്ലാ ഓർഗനൈസേഷനും അങ്ങനത്തെ ഒരു ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി ഉണ്ടാക്കി വെക്കണം. എന്ന് വെച്ചാൽ ആ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റ്, എവറി ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയിങ് 20 or more workmen shall have one or more grievance redressal committee. അപ്പോ 20-ഓ അതിൽ കൂടുതലോ അംഗങ്ങൾ എംപ്ലോയീസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി ഉണ്ടായിരിക്കണം. എങ്ങനെ? ഒന്നോ അതിലധികമോ, ചിലപ്പോ ഒരു ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി ഉണ്ടായിരിക്കാം, അല്ല ഒന്നിൽ കൂടുതൽ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല എന്ന്. കാരണം ഇഷ്ടംപോലെ എംപ്ലോയീസ് ഉണ്ടെങ്കിലേ, 20 കൂടുതൽ എന്നൊക്കെ പറയുമ്പോൾ കുറെ എംപ്ലോയീസ് ഒക്കെ ഉണ്ടെങ്കിൽ
ചിലപ്പോ 50, 100 ഉണ്ടെങ്കിൽ ഒരു കമ്മിറ്റി കൊണ്ടൊന്നും പറ്റൂല. അപ്പൊ 1, 2 ഒന്നിലധികം ഒക്കെ കമ്മിറ്റീസ് ഉണ്ടാക്കി വെക്കാം. എന്തിനു വേണ്ടിയിട്ട്? ടു സോൾവ് ദ ഡിസ്പ്യൂട്ട്സ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽസിന് എംപ്ലോയീസിന് ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ടുകൾ, അവർ തമ്മിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും കണ്ടന്റ്മെന്റും ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അതിനൊരു കറക്റ്റ് ഒരു ഇത് പറയുന്നുണ്ട്. 20 or more വർക്ക്മാൻ ആണെങ്കിൽ എത്രയാണ്? 1 or more ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയാണ് രൂപീകരിക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് സെക്ഷനിലാ? സെക്ഷൻ 9C ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ പറഞ്ഞതല്ല. മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റ്. ഏത് ബിസിനസ് ഓർഗനൈസേഷനിലും 20-ൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ഉണ്ടാകാം. അപ്പൊ 20-ൽ കുറവൊക്കെ ആണെങ്കിൽ ഒരു ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി മാത്രം മതി, പറഞ്ഞുള്ളെങ്കിലും കുഴപ്പമില്ല. പക്ഷെ 20-ൽ കൂടുതലാണെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണല്ലോ. സെക്കൻഡ് പോയിന്റ്, grievance redressal committee shall consist of equal number of members from the employer and workman. ഈ കമ്മിറ്റിയില് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുമില്ലേ, ആ കമ്മിറ്റിയില് ഈക്വൽ നമ്പർ ഓഫ് ആളുകൾ വേണം. എവിടെ നിന്നൊക്കെ? എംപ്ലോയറുടെ ഭാഗത്തുനിന്ന്, എംപ്ലോയേഴ്സ് ഉണ്ടല്ലോ, ജോലി കൊടുക്കുന്ന ആൾക്കാര്, അവരുടെ ഭാഗത്തുനിന്നും അതുപോലെ വർക്ക്മെന്റെ ഭാഗത്തുനിന്നും ഈക്വൽ നമ്പർ ഓഫ് ആളുകളെയാണ് എടുക്കേണ്ടത്. ഇപ്പൊ വർക്ക്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരാളെയാണ് കമ്മിറ്റിയിലേക്ക് എടുക്കണമെങ്കിൽ എംപ്ലോയറുടെ ഭാഗത്തുനിന്നും ഒരാൾ എടുക്കാൻ പാടുള്ളൂ. ക്ലിയർ? എംപ്ലോയറുടെ ഭാഗത്തുനിന്ന് 2 ആളുകളെ കമ്മിറ്റിയിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ വർക്ക്മെന്റെ ഭാഗത്തുനിന്ന് എത്ര ആളെ എടുക്കണം? 2 പേര് തന്നെ എടുക്കാനേ പാടുള്ളൂ. ക്ലിയർ? ഒരു ആൾക്കും കൂടുതൽ മെജോറിറ്റി എണ്ണം കൊടുക്കാൻ പാടില്ല. 2 കൊടുക്കുന്നത് ഈക്വൽ. 3 ആളുകളാണ് എംപ്ലോയറുടെ ഭാഗത്തുനിന്ന് നമ്മൾ കമ്മിറ്റിയിലേക്ക് എടുക്കുന്നതെങ്കിൽ 3 ആളുകൾ തന്നെ വർക്ക്മെന്റിന്റെ ഭാഗത്തുനിന്നും എടുക്കണം. ക്ലിയർ ആയോ? ആണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ ഈ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയിൽ അംഗങ്ങളെ എടുക്കുമ്പോൾ ഈക്വൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫ്രം ദ പാർട്ട് ഓഫ് എംപ്ലോയർ ആൻഡ് എംപ്ലോയി ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? യെസ്, ഒരു പോയിന്റ് കൂടി പറയാം. ദ ചെയർപേഴ്സൺ ഓഫ് ദ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ഷാൽ ബി സെലക്ടഡ് ഫ്രം ദ എംപ്ലോയർ ആൻഡ് ഫ്രം ദ എംപ്ലോയി alternatively on rotation basis every year. അപ്പൊ നമ്മൾ പറഞ്ഞല്ല, 2 ഭാഗത്തുനിന്നും, എംപ്ലോയറുടെ ഭാഗത്തുനിന്നും തുല്യമായ എണ്ണം ആളുകളെയാണ് കമ്മിറ്റിയിലേക്ക് എടുക്കേണ്ടത്. ഇപ്പൊ ഒരു 4 അംഗങ്ങളുള്ള കമ്മിറ്റിയാണെന്ന് വിചാരിക്കും. അപ്പൊ 2 പേരെ എംപ്ലോയറുടെ എടുത്തു, 2 പേരെ എംപ്ലോയിയുടെ എടുത്തു. അപ്പൊ 4 പേര് കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഒരാളെ ചെയർപേഴ്സൺ ആയിട്ട് തെരഞ്ഞെടുക്കും, ചെയർമാനോ ചെയർപേഴ്സണോ ഒക്കെ ആയിട്ട് തെരഞ്ഞെടുക്കും. അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോ ആരിൽ നിന്ന് തെരഞ്ഞെടുക്കണമെന്ന് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് എംപ്ലോയറുടെ ഭാഗത്തുനിന്നും എടുക്കണം, എംപ്ലോയർ. അപ്പൊ 2 ചെയർപേഴ്സൺസ്, 2 ചെയർമാനും ഇല്ല, ഒരെണ്ണുണ്ടാവാൻ പാടില്ല. അത് നമുക്കറിയാലോ. ചെയർപേഴ്സൺ, ചെയർമാനൊക്കെ ഒരാളേ ഉള്ളൂ അല്ലെ? ഒരു കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഒരാളേ ഉള്ളൂ, 2 പേരൊന്നും ചൂസ് ചെയ്യില്ല. പക്ഷെ ഇവിടെ 2 പേര് പറയണ്ടേ എന്താണെന്നറിയോ? എംപ്ലോയി ഈ വർഷം, ഇപ്പൊ 2025, 26 എന്ന് പറയുന്ന വർഷം, ഈ വർഷം അടുത്ത വർഷം വരാൻ പോണത്, ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മള് എന്താ പറയാ, ഒരു ചെയർപേഴ്സണെ എംപ്ലോയറുടെ ഭാഗത്തു നിന്നാണ് എടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ഇയർ വി ഹാവ് ടു ഗിവ് പ്രിഫറൻസ് ടു വർക്ക്മെൻ. എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നായിരിക്കണം ചെയർപേഴ്സണ് അവസരം കൊടുക്കണ്ടേ. മനസ്സിലായ? അപ്പൊ മൂന്നാമത്തെ മനസ്സിലായ? ഈ പ്രാവശ്യം എംപ്ലോയറുടെ ഭാഗത്തുള്ള ആളുകളിൽ നിന്നാണ് ചെയർപേഴ്സൺ ആയിട്ട്, കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ട് തെരഞ്ഞെടുത്തതെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ എടുക്കേണ്ടത് എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകളിൽ നിന്ന് ഒരാളായിരിക്കണം. ക്ലിയർ? ഓക്കെ, ഇത്രയും 3 പോയിന്റ് വരെ നമുക്ക് ഇപ്പൊ നോക്കാം. ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാം. അപ്പൊ സെക്ഷൻ 9C ഓഫ് ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 ഗ്രീവൻസ് മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഈ 3 പോയിന്റ് പറഞ്ഞിട്ടാ. അപ്പൊ 3 പോയിന്റ് വരെ നന്നായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് വരിക അടുത്ത ദിവസം. ഓക്കെ, അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.